പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പ്രിയ കൃഷ്ണകുമാർ സാറാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേൾക്കാം. തൻ്റെ ജീവിതത്തിൽ താൻ 7ാമത്തെ വയസ്സ് വരെ കാഴ്ചയുള്ളവനായിട്ട് ഈ ഭൂമിയിൽ ആയിരുന്നു. എന്നാൽ ഒരു അപകടത്തെ തുടർന്ന് തൻ്റെ കണ്ണിൻ്റെ കാഴ്ച 100% നഷ്ടപ്പെട്ട് അന്ന് മുതൽ ഇന്ന് വരെ അത്ഭുതകരമായ ഒരു ജീവിതം നയിക്കുവാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ അനേക പ്രേക്ഷകർക്ക് അവരുടെ ആത്മീയ കണ്ണുകളെ തുറക്കുവാൻ പര്യാപ്തമായി തീരും. ആകയാൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ കൃഷ്ണകുമാർ സാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സാറേ. പ്രൈസ് ലോർഡ്. സാറിനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോട് പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഓക്കെ, ഞാൻ കൃഷ്ണകുമാർ. ഞാൻ ചെങ്ങന്നൂർ ചെറിയനാട് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ കുടുംബസ്ഥനായിരുന്നു. എനിക്ക് 2 മക്കളുണ്ട്. മകൻ ഷൈൻ, മരുമകൾ ജീന കൊല്ലകടവിലുള്ളതാണ്. അതുപോലെ മകളെ കല്യാണം കഴിച്ച് കുമ്പളിയിൽ അയച്ചു. ഗ്രേസ് ആണ് പേര്. ഭർത്താവ് ടീച്ചറാണ്. അവർക്ക് 2 കൊച്ചുകുട്ടികളുണ്ട്. എൻ്റെ വൈഫ് ജെസ്സി കഴിഞ്ഞ 2022 സെപ്റ്റംബർ 20-ാം തീയതി കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇതാണ് ഞാനിപ്പോ ചെറിയനാട് കൊല്ലവട IPC ശാലേം ചർച്ച് കൂടി വരുന്നു. ഞങ്ങള് ചെറിയനാട് താമസിക്കുന്നു. ഇതാണ് എൻ്റെ ആദ്യം എനിക്ക് പറയാനുള്ളത്. ആമേൻ. പ്രിയ സാറിനെ പരിചയപ്പെടുത്തിയാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള നല്ല അനുഭവങ്ങൾ, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന ആ നല്ല ഓർമ്മകൾ സംസാരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് സംസാരിക്കാം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ ഇങ്ങനെ ഒരു നല്ല അവസരം കർത്താവ് ഒരുക്കി തന്നല്ലോ. അത് കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന അരോമ ടിവിയുടെ പ്രവർത്തകരെ, വിശേഷാൽ ബഹുമാന്യനായ കർത്തൃദാസൻ പ്രസിദ്ധനായ നമ്മുടെ ഡാനിയൽ ജോൺ പാസ്റ്റർ, കുടുംബാംഗങ്ങൾ, അരോമ ടിവിയുടെ പ്രേക്ഷകർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ ഞാനിപ്പോ എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നു അല്ലാതെ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ ചില അസൗകര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ബ്രദറിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരും പ്രദീപ്. അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മള് അനുഭവ സാക്ഷ്യം ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ശുശ്രൂഷയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു അവസരം ദൈവം തന്നെ ഒരുക്കി തന്നു. അതിനുവേണ്ടി അരോമ ടിവി മുഖാന്തരമാക്കി തീർത്തു. അത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എല്ലാവരോടുള്ള നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞങ്ങള് മാവേലിക്കര സ്വദേശികളായിരുന്നു. അച്ഛൻ ആദ്യമേ മൈസൂർ ഇറിഗേഷനിൽ വർക്ക് ചെയ്തോണ്ടിരുന്നു. അതിനുശേഷം ഹൈറേഞ്ചിൽ ഒരു ടീ എസ്റ്റേറ്റിൽ ജോലിക്കാരനായിട്ട് പോയി. അവിടെ ചെന്ന് കുറെ നാളുകൾ അവിടെ ജോലി ചെയ്തു. അങ്ങനെ ആ പ്രദേശത്തിനടുത്ത് ഞങ്ങള് കുറെ സ്ഥലമൊക്കെ വാങ്ങിക്കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് കുടുംബമായിട്ട്, അമ്മയും ഞാനും ചേച്ചിയും ഇളയ സഹോദരങ്ങളുമായിട്ട് പോയി അവിടെ താമസിക്കുമ്പോഴാണ് അവിടെയായിരുന്നു ഞങ്ങളുടെ കുറെ താമസം. ഇപ്പോ ഞാൻ മോഡലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ സെറ്റിലായി കുറച്ച് നാള്. ഇപ്പോൾ 1990 മുതൽ ഞങ്ങള് തിരിച്ച് അവിടുന്ന് ഹൈറേഞ്ച് ചെയ്ത് തിരിച്ച് ചെങ്ങന്നൂർ ചെറിയനാടാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഞാൻ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് പ്രീ ഡിഗ്രി വരെ പഠിച്ചു. അതിനുശേഷം ഞാൻ ഒരു ചെറിയ മിനിസ്ട്രി ആരംഭിച്ചു. അതൊക്കെ എൻ്റെ ബാല്യകാലം പറഞ്ഞിട്ട് പറയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു 2 ലൈൻ പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അന്ധത മൂടി ദുഃഖം നിറഞ്ഞ
എന്നുടെ എന്റെ ജീവിതത്തിൽ യേശു വന്ന നേരം രാത്രി മാഞ്ഞു അന്ധത മൂടി ദുഃഖം നിറഞ്ഞ എന്നോട് എന്റെ ജീവിതത്തിൽ യേശു വന്ന നേരം രാത്രി മാഞ്ഞു അന്ധനാമൻ കണ്ണു തുറന്ന അങ്ങെത്ര വല്ലഭൻ അന്ധനാമൻ കണ്ണു തുറന്ന അങ്ങെത്ര വല്ലഭൻ അങ്ങേതേയാൽ അങ്ങേ ഞാൻ കണ്ടു അങ്ങൻ കണ്ണീർ തുടച്ചു രാത്രി മാഞ്ഞു അങ്ങേതേയാൽ അങ്ങേ ഞാൻ കണ്ടു അങ്ങൻ കണ്ണീർ തുടച്ചു രാത്രി മാഞ്ഞു അന്ധത മൂടി ദുഃഖം നിറഞ്ഞ എന്നുടെ എന്റെ ജീവിതത്തിൽ യേശു വന്ന നേരം രാത്രി മാഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ 2 ലൈൻ പാട്ട് പാടി അഥവാ പറഞ്ഞു. പാടിയെന്ന് എനിക്ക് തോന്നുന്നില്ല, പറയുന്ന പോലെയായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതൊരു ഇറ്റ്സ് എ കോൺട്രഡിക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇതൊരു വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു പ്രഖ്യാപനം എന്നതാണെങ്കിൽ തോന്നാം. കാര്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: അന്ധനാമയൻ കണ്ണു തുറന്ന യേശു എത്ര വല്ലഭൻ എന്നാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് കാഴ്ചയില്ലാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ഇരുന്ന് ഈ പ്രോഗ്രാം ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എല്ലാവർക്കും ചിന്ത ഉണ്ടാകാം. ഞാൻ പറഞ്ഞതിന്റെ ചേതോവികാരം ഇത്രയേ ഉള്ളൂ: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ യേശു എന്റെ ബാഹ്യ നേത്രം തുറന്നു തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, അന്ധനാമൻ കൺ തുറന്ന അങ്ങത്ര വല്ലവൻ. ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ എന്റെ ഹൃദയദൃഷ്ടി തുറന്ന് കാണുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ധനാമൻ കൺ അങ്ങത്ര വല്ലവൻ. നമ്മുടെ ശ്ലീഹമാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പൗലോസ് പറഞ്ഞു ഒത്തിരി കാര്യം. പത്രോസ് പറഞ്ഞൊരു കാര്യം: നമ്മൾ അന്ധകാരത്തിലായിരുന്നു, അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ദ ഫാസ്റ്റ് ടൈം നമ്മൾ ഡാർക്ക്നെസ്സിലായിരുന്നു, ഇരുട്ടിലായിരുന്നു. നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ യേശുവിനെ അറിയുന്ന കാലത്തിന് മുമ്പ് നമ്മൾ അന്ധകാരത്തിലായിരുന്നു. അപ്പൊ ഞാൻ മാത്രമല്ല, നമ്മളെല്ലാം ഒരു കാലത്ത് അന്ധതയിലായിരുന്നു. ഞാൻ പറഞ്ഞത് മനുഷ്യന് 2 സൈറ്റാണ്: സൈറ്റ് ആൻഡ് ഇൻസൈറ്റ്, സ്പിരിച്വൽ സൈറ്റ്, ഫിസിക്കൽ സൈറ്റ്. ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം ഒരു കാലത്ത് സ്പിരിച്വൽ സൈറ്റ് ഇല്ലാത്തവരായിരുന്നു. ദൈവമാണ് നമുക്ക് കാഴ്ചപ്പാട് തന്നത്. സോക്രട്ടീസും നമ്മുടെ ശ്ലീഹന്മാരെല്ലാം പറഞ്ഞത് ബാഹ്യ കാഴ്ചയ്ക്കല്ല പ്രധാനം പറഞ്ഞത്, ഉൾക്കാഴ്ചയ്ക്കാണ്. എല്ലാ ഭക്തന്മാരും യേശു ഒക്കെ ഉൾക്കാഴ്ചയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ എന്റെ ഹൃദയദൃഷ്ടി തുറന്നു തന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ധനാമൻ അങ്ങത്ര വല്ലവൻ. എനിക്ക് എന്റെ ആത്മനയനം തുറന്ന് കർത്താവിനെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്നോളം ഇന്നുവരെ ഞാൻ സന്തോഷമുള്ളവനായി പ്രത്യാശയുള്ളവനായി കഴിയും. എന്റെ ബാല്യകാലം ഞാൻ പറഞ്ഞല്ലോ, മാവേലിക്കര സ്വദേശിയായിരുന്നു. എനിക്ക് കാഴ്ചയുള്ളപ്പോൾ ഞാൻ ഓർക്കുന്നു, എന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്വന്തം മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ചെറിയ പ്രായത്തിൽ വാനിൽ പറക്കുന്ന പറവജാതികൾ, സസ്യലതാദികളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 7 വയസ്സ് പ്രായമാകുന്നവരെ കാഴ്ചയുള്ളവനായിരുന്നു. ഞങ്ങളുടെ അച്ഛൻ അത്യാവശ്യ ജോലിയൊക്കെ ചെയ്ത് ഹൈറേഞ്ചിൽ പല സ്ഥലത്ത് ഞങ്ങൾക്ക് സ്ഥലമുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അത് ശരിക്കില്ലെങ്കിൽ എന്നാലും കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചേച്ചിക്കും ഒക്കെ ശരിക്കും ഓർമ്മയുണ്ട്. പലയിടത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരിടത്ത് ഞങ്ങളുടെ സ്ഥലം നോക്കാനായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ഞാൻ കൂടെ പോയി.
ആദ്യം അവരുടെ മുൻപിലൂടിയും പിന്നെ അവരുടെ പിൻപിൽ നടന്നു. അവസാനമായി കാഴ്ച കണ്ടതൊക്കെ ഞാൻ അവിടെ എത്തിയപ്പോ വളരെ ഉത്സവം പോലെയാണ് അവിടുത്തെ കാര്യങ്ങൾ. കൃഷി കൃഷി എടുക്കുന്ന സമയമായിരുന്നു. നെല്ല് കൊയ്ത് കൂട്ടി വെക്കുന്നു, അതുപോലെ ഇഞ്ചി പറിച്ചു കൊടുക്കുന്നു, ഏലക്ക പറിക്കുന്നു, കപ്പവാട്ട് ഉത്സവം പോലെ ഒത്തിരി ആളുകൾ, വലിയൊരു ഉത്സവം പോലെയുള്ളൊരു അവസരമായിരുന്നു ഞാൻ ചെന്നത്. അച്ഛൻ അവിടെ സഹോദരന്മാരോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവിടെ വന്ന സഹോദരിമാർക്ക് നിർദ്ദേശം കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അമ്മയിരുന്നു. അപ്പോൾ അവിടെ വന്ന കുറച്ച് കുട്ടികളും അവരെന്നോട് പറഞ്ഞു പറമ്പിലേക്ക് കളിക്കാൻ പോകാം, അവിടുത്തെ ഭാഷ എങ്ങനെയാണ്. അപ്പൊ ഞാൻ ആ കുട്ടികളുടെ കൂടെ ഞാൻ പോയത് പറഞ്ഞു. ഇപ്പോഴും എന്റെ കയ്യിലൊരു പൊടി കിട്ടി, അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുകയും പാടുകയും ചെയ്തു കൊടുത്തു. ആ കുട്ടികളെല്ലാം ഏറ്റുപാടി. അങ്ങനെ ഓടിച്ചാടി നടന്ന് തുമ്പിയെ പിടിച്ച് പാട്ടുപാടി ചെറിയ ചെറിയ മരത്തിൽ ഇങ്ങനെ കൈ കെട്ടിക്കിടന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ കുത്തിമറിയൊക്കെ ചെയ്തു എല്ലാ കുട്ടികളും. ഞാൻ ഒരു ചെറിയ പേരമരത്തിൽ ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ കുത്തിമറിഞ്ഞപ്പോ ആ പേരമരത്തിന്റെ ചില്ല കമ്പ് കുടിഞ്ഞ് താഴെ വീണു. ഒരു നിമിഷം കൊണ്ട് എന്റെ കാഴ്ച പോയി. എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം ഓടി വന്ന് എന്റെ കൈ പിടിച്ചുകൊണ്ട് എങ്ങനെയോ അമ്മേന്റെ അടുത്ത് എത്തിച്ചു. അമ്മ എനിക്ക് എന്തോ കുടിക്കാൻ പാത്രത്തിലെ വെള്ളമോ ചായയോ എന്തോ തന്നപ്പോ അതെനിക്ക് കാണാൻ കഴിയുന്നില്ല. ഒറ്റ നിമിഷം കൊണ്ടാണ് എന്റെ കാഴ്ച പോയത്. അപ്പോ എനിക്ക് കാണാൻ കഴിയുന്നില്ല. അമ്മയ്ക്ക് മനസ്സിലായി. അച്ഛനെ വിളിച്ച് ഞങ്ങൾ എറണാകുളത്താണ് ആദ്യം. എറണാകുളത്ത് ഹോസ്പിറ്റലിൽ ചെന്നു. അനവധി നേത്ര വിദഗ്ധന്മാരായ ആളുകൾ എന്റെ കണ്ടുപിടിച്ചു. അവര് പറഞ്ഞു വേണ്ട പോലെ സൗകര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, തിരുവനന്തപുരത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ എന്റെ മാതാപിതാക്കൾ തിരുവനന്തപുരത്തേക്ക് അവിടെ ചെന്ന് വിദഗ്ധമായ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ടത്ര മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ളതിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല കണ്ണാശുപത്രി എന്ന് പറയുന്നത് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്, അവിടെയാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങോട്ട് എന്നെ അവർ റെഫർ ചെയ്തു. അങ്ങനെ എന്റെ മാതാപിതാക്കൾ എന്നെ അങ്ങോട്ട് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ ചെന്ന് ഓരോ പുറത്ത് മുറിയെടുത്ത് താമസിക്കും. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവിടെ ഒരു അസുഖമായിട്ടല്ലല്ലോ ശരി, കാഴ്ച മുറിയുണ്ടല്ലേ. അപ്പൊ അവര് പുറത്ത് മുറിയെടുത്ത് താമസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കും. ഓരോ 15 ദിവസം കഴിയുമ്പോൾ ഓരോരോ ഡോക്ടർമാരെ കാണും. വിദഗ്ധരായ അനവധി ഡോക്ടർമാരെ എന്റെ കണ്ണ് കാണിച്ച് പരിശോധിപ്പിച്ചു. UK-യിലുള്ളവർ, US-ലുള്ളവര്, ജർമ്മനിയിലുള്ളവർ, കാനഡയിലുള്ളവർ, ഓസ്ട്രേലിയയിലുള്ളവർ, അതൊക്കെ വിദഗ്ധരായ ഡോക്ടർമാരാണ്. അവരെല്ലാം പരിശോധിച്ചു. അവർ പറഞ്ഞു ഇന്നത്തെ സ്ഥിതിക്ക് കുട്ടിക്ക് കാഴ്ച കിട്ടാൻ ഇപ്പം കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാം. ഞാൻ അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുക. നമ്മൾ കാഴ്ച എന്നൊക്കെ പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്ന് കണ്ണിലേക്ക് വരുന്ന ഒപ്റ്റിക്കൽ നെർവ് എന്ന് പറഞ്ഞൊരു നെർവുണ്ട്. ഒപ്റ്റിക്കൽ നെർവ്, ആ നെർവിലൂടെ പ്രകാശത്തിന്റെ കിരണങ്ങൾ കണ്ണിലെത്തിയ ശേഷം അത് വസ്തുവിൽ പതിക്കും. അപ്പൊ ഇതൊരു ഈ ഫോൺ സ്റ്റാൻഡ് ആണെങ്കിൽ ആ സ്റ്റാൻഡിൽ പതിച്ചിട്ട് അതിന്റെ പ്രകാശത്തിന്റെ പ്രതിബിംബം എന്റെ കണ്ണിൽ തന്നെ പതിക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞ ഒപ്റ്റിക്കൽ നെർവിലൂടെ അതിന്റെ ആ പ്രകാശത്തിന്റെ കിരണങ്ങള് കണ്ണിൽ നിന്ന് തലച്ചോറിലെത്തും. എന്നിട്ട് നമ്മൾ എന്താ കണ്ടത്, അതിന്റെ നീളം, വീതി, അതിന്റെ ലെങ്ത്, ഒത്തിരി കാര്യങ്ങൾ, നിറം ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പൂരിപ്പിക്കും. അങ്ങനെ 5-6 പ്രക്രിയ കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കി കണ്ടു എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു സിമ്പിൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ബ്ലൈൻഡ്നെസിന്റെ ഒരു തോത് അവർ പറയുന്നു. ഇന്റർനാഷണൽ ലോയില് 6/60, 20/200 എന്നൊക്കെ പറഞ്ഞ ഡിസ്റ്റൻസ് അതിലെല്ലാം ഉള്ളപ്പെട്ടവരെല്ലാം കാഴ്ചയില്ലാത്തവരെന്ന് അറിയപ്പെടുന്നത്. മൈൽഡായിട്ട് ഒത്തിരി കേസസ്, ടോട്ടലി ആക്സൻസ് ഓഫ് സൈറ്റ്, ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ, പാർഷ്യലി സൈറ്റ്ലെസ്, ബാഹ്യമായ അന്ധത, നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതുപോലെ തന്നെ ഷോർട്ട് സൈറ്റ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് സംഭവിച്ച കാര്യം ടോട്ടൽ ആക്സൻസ് ഓഫ് സൈറ്റ്, ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദേവന്മാർ പക്ഷേ കാഴ്ച തന്നെന്ന് വരാം. നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് ഇപ്പൊ പോകണം, 6 മാസം കഴിയുമ്പോഴാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല സ്വത്തുക്കളും അവിടെ
സ്ഥലം വിറ്റ് ഓരോരുത്തർ പൈസ കൊടുത്തിട്ട് ഹൈറേഞ്ചിലെ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, വില കുറവാ. പക്ഷെ എത്ര വിറ്റാലും സ്ഥലം കുറവായി, ഏറിയ കാണും പക്ഷെ വില കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വിറ്റ് അവിടെ കൊണ്ടുതരും. ഓരോരുത്തർ അച്ഛന്റെ സഹായികളും സുഹൃത്തുക്കളുമായിട്ടുള്ള തരുന്നുണ്ട്, അമ്മാവനുണ്ട്, അവരൊക്കെ അത് ചെയ്യും. അങ്ങനെ നല്ല ശതമാനം സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു. എന്നിട്ടും എന്റെ മാതാപിതാക്കൾ ചികിത്സ അവസാനിപ്പിച്ചില്ല. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഒത്തിരി വൈദ്യന്മാരെ കാണിച്ചു, പ്രസിദ്ധരായ അനവധി ഡോക്ടർമാരെ കാണിച്ചു. കാനഡയിലെ വിദഗ്ധനായ ഡോക്ടർ മോഡിയെ എന്റെ കണ്ണ് കാണിച്ച് പരിശോധിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു. സൗത്ത് ഇന്ത്യയിലെ സ്പെഷ്യലിസ്റ്റ് ടോണി ഫെർണാണ്ടസ് എന്റെ കണ്ണ് പരിശോധിച്ചു, അദ്ദേഹം അതുപോലെ തന്നെ പറഞ്ഞു. പിന്നെ നാട്ടുവൈദ്യന്മാരുടെ ചികിത്സ, ഒത്തിരി ചികിത്സകളെല്ലാം ചെയ്യും. അതിനുശേഷവും ശരിയാകുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ആ ഡോക്ടർമാർ പറഞ്ഞ പോലെ അച്ഛൻ ഒരു പുരോഗമന ചിന്താധികാരനൊക്കെ വലിയ വിശ്വാസം, ദൈവത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ അമിതമായ ഒരു കാര്യങ്ങളിലല്ല. ഈ ഒരു ഭക്തിയുണ്ട്, പക്ഷെ അതൊരു പ്രത്യേക നിലയിലാണ്. ആരോഗ്യപരമായ സമയത്തിലൂടെയാണ് ഇതെല്ലാം കാണുന്നത്, ഭക്തിയെയും ആത്മീയതയൊക്കെ കാണുന്നത്. ആത്മീയത്തിന്റെ പരിവേഷമൊന്നും ഇല്ലാത്ത ഒരു ആത്മീയ സ്വഭാവം ഉണ്ടെങ്കിലും ഒരു അന്ധവിശ്വാസത്തിന്റെ മോഡലല്ല അച്ഛന്റെ വീക്ഷണം. അച്ഛൻ പറഞ്ഞു എന്തായാലും ഇവനെ കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ എവിടെയും പോകാൻ മനസ്സ് കാണിച്ചു. എന്നെ കൊണ്ട് അനവധി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ആദ്യം എന്നെ കാഴ്ച വെച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം തന്നെ 3 പുണ്യസ്ഥലത്താണ് പോയത്. അത് വ്യത്യസ്തങ്ങളാണ്. ആദ്യമേ ചോറ്റാനിക്കര അമ്പലത്തിൽ എന്നെ നടക്കി വെച്ച് പീഠത്തിനെ കയറ്റി നിർത്തി, ഒരു പ്രത്യേക വസ്ത്രം ധരിപ്പിച്ച് എന്നെ അവിടെ കയറ്റി നിർത്തി. അതിനുശേഷം അന്ന് തന്നെ 9:30 മണിയായപ്പോ രാവിലെ 9 മണിയായപ്പോ എറണാകുളം വല്ലാർപാടം കായലിന്റെ നടുവില് ഒരു മാതാവിന്റെ പള്ളിയിൽ എന്നെ അടുപ്പിച്ചു. അതൊന്നും ഇപ്പൊ എനിക്ക് ആ സ്ഥലപ്പേരൊന്നും ഓർമ്മയില്ല. അതിനുശേഷം അന്ന് തന്നെ കരിങ്ങാച്ചറ, ചോറ്റാനിക്കരയ്ക്കടുത്ത് കരിങ്ങാച്ചറ എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോകും. എന്തോ ഒരു ഔഷധം തീറ്റിച്ചെന്നെ കൊണ്ട് ഇത് കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അവിടെയൊന്നും ശേഷിയില്ല. ഒരു ക്ഷേത്രത്തിൽ പോയി, അത് ഞാൻ പേര് പറയുന്നില്ല. അവിടെ ചെന്നപ്പോ ദേവിക്ക് പ്രശ്നമുണ്ട്. ദേവിക്ക് സംസാരിക്കത്തുമില്ല, കേൾക്കത്തുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ ഞാൻ പറയുന്ന ദേവി കേൾക്കുകയില്ല, എന്നോട് സംസാരിക്കത്തുമില്ല, അപ്പൊ എന്താകുമെന്ന് ചോദിച്ചപ്പോ അച്ഛന് പിന്നെ എന്നോട് അതിനെ കുറിച്ച് പറഞ്ഞില്ല. എന്നെ തിരികെ കൊടുത്തു. അതിനുശേഷം ഒത്തിരി ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ, ഒത്തിരി മോസ്കുകളിൽ പൊന്നുകൊണ്ട് ആരും തുലാഭാരം തൂക്കൽ, ഉരുളി കമത്തൽ, എന്തെല്ലാം നേർച്ചകളാണ്. ഞങ്ങൾ ഈ മാവേലിക്കര സ്വദേശികളാണ്. എഴുത്തുകാർക്കെല്ലാം ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച് ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അതെല്ലാം അവർ ചെയ്തു. പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്റെ കാഴ്ചയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ല. ഞാൻ ആ ചെറിയ പ്രായത്തിൽ 7 വയസ്സ് മുതൽ ഒരു 3-4 വർഷം വരെയാണ്. അപ്പോഴത്തേനും ഞങ്ങളെ ആ സമയത്ത് ഞങ്ങൾക്ക് മറ്റൊരു തകർച്ച ആരംഭിച്ചു. ആ ഒരു തകർച്ച ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തരും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു ദിവസം സന്ധ്യാനാമം കഴിഞ്ഞ അമ്മ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വാതിൽപ്പടിയിൽ ചെറുതായിട്ടൊന്ന് തട്ടിയുള്ളൂ, വീണ് കഴിഞ്ഞ് 3.5 വർഷം കഴിഞ്ഞാണ് അമ്മ എഴുന്നേറ്റ് അമ്മ പറയും. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത്യാവശ്യ കാര്യങ്ങൾ നടക്കാമെന്നൊക്കെ അല്ലാതെ ജോലി കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള വേണ്ടത്ര ആരോഗ്യമില്ല. അപ്പൊ എന്റെ കാഴ്ചയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ശേഷം സ്വത്തുക്കളൊക്കെ വിറ്റ് നശിപ്പിച്ചു. ചികിത്സകാര്യമൊക്കെ ചെയ്ത് അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും വേണ്ട പോലെ സമ്പൂർണ്ണ സൗഖ്യമായി തീർന്നില്ല. അങ്ങനെ ഈ സമയത്ത് വല്ലാത്തൊരു പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു. അമ്മ ഒരു രോഗിയായി, എനിക്ക് കാഴ്ച, അച്ഛൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ കിടക്കിടമെല്ലാം നഷ്ടപ്പെട്ടു, നമ്മുടെ ഭൂമികളെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി. അന്നേരം മറ്റൊരു മനുഷ്യ സ്നേഹിയാണ് ഞങ്ങൾക്ക് അത്യാവശ്യം താമസിക്കാനുള്ള സ്ഥലം നൽകിയതെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അയ്യപ്പൻ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ ചെന്നപ്പോഴും എനിക്ക് ഒട്ടും കാഴ്ചയില്ലാത്തൊരവസ്ഥയാണ്. അവിടെ ചെന്നു. പിന്നെയും എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാം. അവിടെയാണ് ബാല്യകാലം ആരംഭിക്കുന്നത്. എൻ്റെ മാതാവിന് അസുഖം കൂടിക്കൊണ്ടിരുന്ന ഒരു ദിവസം. അപ്പോ ചേച്ചിയാണോ എങ്ങനെയാണോ കത്തെഴുതി അമ്മാവന്മാര് വന്നു. വീട്ടിൽ വന്നപ്പോ എന്റെ സ്ഥിതി കാഴ്ചയില്ലാത്ത ആള് ഞാനൊരു മൂലയ്ക്ക് ഇങ്ങനെ തല കുമ്പിട്ടിങ്ങനെ ഇരിക്കുന്നു. അച്ഛൻ സുഖമില്ലാതിരിക്കുന്നു, അമ്മ സുഖമില്ലാതെ കട്ടിൽ കിടക്കുന്നു. ചേച്ചി പ്രായമായിരുന്നു. 2 കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട്.
അപ്പൊ വല്ലാത്തൊരു പ്രയാസം അവർക്ക് ഫീൽ ചെയ്തു. അവരൊന്നും മിണ്ടിയില്ല. അവരൊരു ഉച്ച കഴിഞ്ഞപ്പോ അവരെല്ലാം പ്രത്യേകിച്ച് ഒന്നും പറയാത്തവരെല്ലാം പോയി. അവരൊക്കെ പണ്ടൊക്കെ വരുമ്പോൾ വലിയ സന്തോഷവും പാട്ടും ബഹളവും ഉത്സവം പോലെ വീട്ടിൽ. അങ്ങനെയൊന്നും ഇല്ലാതെ അവർ നിരാശരായിട്ട് അവരെല്ലാം പോയി കഴിഞ്ഞ് എന്തോ ചേച്ചിയുടെ അമ്മയോട് പറഞ്ഞ് താമസിക്കാതെ അങ്ങ് വരണം, അവിടെ അമ്മയെ കൊണ്ടുപോയി ചികിത്സിക്കുക, ചേച്ചിയെ നോക്കാം അതൊക്കെ പറഞ്ഞ് ഓരോരുത്തർ അങ്ങനെയായി. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞ ഉടനെ അമ്മയും ചേച്ചിയും നാട്ടിലേക്ക് പോകാനൊരുങ്ങി. എന്റെ ഏറ്റവും ഇളയ ഞങ്ങള് പിള്ളേർ രണ്ടുപേരായി. ചേച്ചി മൂത്തത്, പിന്നെ ഞാന്, എന്റെ ഇളയ പെങ്ങള്, പിന്നെ രണ്ട് കൊച്ചുകുട്ടികളാണ്. അതിൽ അനിയൻ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അമ്മ ശ്രമിച്ചു. അവൻ ഭയങ്കരമായ കരച്ചിൽ കാരണം അവനെ കൂടെ. പക്ഷെ ആ ചെറിയ പ്രായത്തിൽ ഫലത്തിൽ സംഭവിച്ചത് ഓരോരുത്തരെ പങ്കുവെച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നതാണ് ശരി. എന്റെ നേരെ ഇളയ പെങ്ങളെ ഞങ്ങളുടെ ഒരു ബന്ധത്തിൽപ്പെട്ട കൊച്ചം അവളുടെ വീട്ടിൽ കൊണ്ട് നിർത്തി. അവളും ഞാനുമാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും പ്രയാസം അനുഭവിച്ചത്. പക്ഷെ പിൽക്കാലത്ത് ഞങ്ങൾക്ക് മാത്രമേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ജീവിതത്തിൽ ഇത്തിരി പ്രതിസന്ധി വന്നെങ്കിൽ നിത്യജീവിതത്തിൽ ഞങ്ങൾക്ക് മാത്രമേ അനുഗ്രഹം വന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം ഇപ്പൊ തന്നെ ഇപ്പോഴും അങ്ങനെ ഹൈന്ദവരായിട്ട് തന്നെ തുടരുക. അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല 7 വയസ്സിലാണ് കാഴ്ച 7 വയസ്സ് അടുക്കാറായപ്പോഴാണ് കാഴ്ച പോയത്. ഏതാണ്ട് ഞാനിപ്പോ പറഞ്ഞൊരു 12 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ്. ഈ സമയത്ത് അമ്മയും ചേച്ചിയൊക്കെ പോയപ്പോ പറഞ്ഞു, നിന്നെ വന്നാലുടനെ എവിടെയെങ്കിലും മോർണിംഗ് സ്കൂളിലോ ബ്ലൈൻഡ് സ്കൂളിലോ, അല്ലെങ്കിൽ അവരുടെ ഭാഷ ബ്ലൈൻഡ് സ്കൂളിലൊന്നും അവർക്കറിയത്തില്ല, ഏതെങ്കിലും അന്ധവിദ്യാലയത്തിലോ അനാഥാലയത്തിലോ എവിടെയെങ്കിലും എന്നെ കൊണ്ടുവിടാം എന്ന് പറഞ്ഞാൽ പോയത്. പെട്ടെന്ന് വരാന്ന് പറഞ്ഞു. അവര് ഒരാഴ്ച കഴിഞ്ഞ് വന്നില്ല, 1 മാസം കഴിഞ്ഞ് വന്നില്ല. ഞാൻ ആകെ പ്രയാസത്തിലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ കാഴ്ച പോയി. അമ്മ ദൂരെ പോയി ചികിത്സാർത്ഥയോടെ എറണാകുളത്ത് മാവേലിക്കരയൊക്കെയാണ്. എറണാകുളത്ത് മൂത്തമ്മ താമസിക്കുക, അവിടെ ചികിത്സയിലാണ്. ഇളയ അമ്മാവിന്റെ കൂടെ അങ്ങാണ്ടിമാർ താമസിക്കും, ചേച്ചി ഇളയമാനുണ്ട്, എന്റെ ഇളയ മകളുടെ കൊച്ചമ്മയുടെ കൂടെ. അങ്ങനെയൊക്കെ ആയപ്പോ ഇതെല്ലാം ഓർത്തപ്പോ അച്ഛന് ഒരു ദിവസം എവിടെയോ പോയിച്ചു വന്നു. അച്ഛനൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. എന്റെ അടുത്ത് വന്നിട്ട് ഓടി വന്നിട്ട് എന്റെ കൈയെടുത്ത് എന്തോ എഴുതി കാണിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. അച്ഛന് ഇംഗ്ലീഷ്, സാംസ്ക്രിറ്റ്, മലയാളം, തമിഴ്, കന്നഡം ഇത്രയും ഭാഷ എഴുതാനും വായിക്കാൻ, അതിൽ സാഹിത്യ സൃഷ്ടി ചെയ്യാൻ കഴിവുള്ള ആളാണ്. പക്ഷെ അച്ഛന് ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്നില്ല. ഒരു വാക്ക്, കുറച്ചു കാര്യം ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അടുത്ത പാരഗ്രാഫ് മറ്റൊരു ഭാഷയിൽ പറയും. എന്റെ പേര്, ശരിയായുള്ള പേര് മറന്നു, അമ്മയുടെ പേര് മറന്നുപോയി, മറ്റു കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല. എനിക്കൊന്നും പറ്റത്തുമില്ലല്ലോ. അഥവാ ഇനി എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ എനിക്ക് കാണിക്കാൻ അറിയത്തുമില്ല, അച്ഛൻ കാണിച്ചാൽ എനിക്ക് കാണത്തുമില്ല. ഞാൻ എന്തായാലും അടുത്ത വന്ന ആളുകളൊക്കെ പറഞ്ഞാൽ അച്ഛനെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ അയൽവാസികൾ അടുത്തുള്ള ഞങ്ങളുടെ ചില ബന്ധുക്കളും ചേർന്ന് അവിടെ ഒരു ഹോസ്പിറ്റൽ, കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ അച്ഛനെ അഡ്മിറ്റ് ചെയ്തു. 40 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ സംസാരിച്ചു. പക്ഷേ പരസ്പര ബന്ധമില്ലാത്ത വാക്കുകളാണ്. എന്നെ പേര് മറന്നു. അങ്ങനെ ഓർമ്മശക്തി ഉണ്ടെങ്കിലും ചില സമയത്ത് പെട്ടെന്ന് അച്ഛന് ഓർമ്മശക്തി നഷ്ടപ്പെടും. ചില സമയത്ത് നല്ല ഓർമ്മ വരും. അപ്പൊ എന്നെ അറിയും, എന്റെ കുട്ടിക്കും ഷർട്ടൊക്കെ ഇടിപ്പിച്ച് അടുത്ത വീട്ടിൽ കൊണ്ടിരിച്ചിട്ട് പറയും, എന്റെ ഈ മകനെ അല്ലെ എന്റെ കുട്ടിയെ നിങ്ങൾ ഒരു നിമിഷം നോക്കണം, ഞാൻ പുറത്തു പോയി ഒരു ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറയാൻ ശ്രമിക്കും. അവര് പറയും, അങ്ങനെ സാരമില്ല, ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷക്കാലം ഞങ്ങളുടെ കൂടെ നിന്നാൽ ഈ കുട്ടി നിർത്തി ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നും പറഞ്ഞ് അവരെ അച്ഛനെ യാത്രയാകും. അച്ഛന് ആഹാരം മേടിക്കാൻ പോവാന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അടുത്ത പഞ്ചായത്തിലും അടുത്ത താലൂക്കിൽ ചെല്ലുമ്പോഴേ എന്റെ കാര്യം ഓർക്കുമ്പോൾ എന്റെ പേര് വിളിച്ച് മോനേന്ന് വിളിച്ച് അടുത്ത് വരും. തൊട്ടടുത്ത് വരുമ്പോ പിന്നെ അച്ഛൻ ഈ കാര്യം മറന്നു. അങ്ങനെ അച്ഛൻ അങ്ങനെ അലഞ്ഞു നടന്നു. എന്റെ അമ്മ ദൂരെ എവിടെയോ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. മാവേലിക്കര, എറണാകുളത്തൊക്കെ ആയിട്ട് അമ്മ ഇങ്ങനെ ചികിത്സയിലാണ്. ചേച്ചി അമ്മാവിന്റെ കൂടെ. എന്റെ നേരെയുള്ള പെങ്ങൾ രാധാമണി, എന്റെ മൂത്ത ചേച്ചി സുമതി എന്ന് പറയുക, ചേച്ചി അമ്മാവിന്റെ കൂടെ. ഇളയ പെങ്ങള് രാധാമണി, അവളൊരു കൊച്ചമ്മയുടെ വീട്ടിലാണ്. അവളുടെ കാര്യവും പ്രയാസത്തില്. പക്ഷെ അവര് നോക്കും, ഭക്ഷണം കൊടുത്ത് വസ്ത്രങ്ങളെല്ലാം കൊടുത്ത് അവർ നോക്കും. അപ്പൊ അങ്ങനെ അവരുടെ കാര്യത്തിൽ പ്രയാസമില്ല. പക്ഷെ ഞാൻ മാത്രം അച്ഛന്റെ അടുത്താണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല.
ഇനിയുള്ള കഥകളെല്ലാം പറയാൻ എനിക്ക് പറ്റില്ല. കാരണം അതുപോലെ ഞാൻ ദൈവം മാത്രം അനുഭവിക്കുന്ന ഒത്തിരി നേറുന്ന ഓർമ്മകളും വേദനിപ്പിക്കുന്ന കഥകളും ഒരു കണക്കിന് സംഭവങ്ങളുണ്ട്. അതെല്ലാം നമുക്കിപ്പോ പെട്ടെന്ന് ഇത്രയും സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. എങ്കിലും പറയാവുന്നത് ചിലത് പറയാൻ കഴിയുന്നില്ല, അത്രമാത്രം വേദനാജനകമാണത്. അത് പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഞാൻ ഒറ്റപ്പെട്ടു പോയവരാണ്. എല്ലാവരും വെറുക്കപ്പെട്ട് എല്ലാവരാലും അറയ്ക്കപ്പെട്ട് ഒരു മനുഷ്യൻ, ഒറ്റപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ഏത് കുടുംബത്തിൽ ജനിച്ചാലും ഏത് കുലത്തിൽ ജനിച്ചാലും ഉദ്യോഗസ്ഥന്മാരായാലും വിദ്യാസമ്പന്നരായാലും സാധാരണ നിലയിൽ സാമാന്യ നിലയിൽ കാഴ്ചയില്ലാത്ത അഥവാ അംഗവൈകല്യമുള്ള ഒരാളായി ജനിച്ചു പോയാൽ സാധാരണ നിലയിൽ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നുള്ള ചെറിയ പ്രായത്തിൽ എനിക്ക് മനസ്സിലായി. എനിക്ക് നന്നായി വിശക്കുന്ന സമയത്ത് ഭക്ഷണം തരുവാൻ ബന്ധപ്പെട്ടവരാരുമില്ല. അയൽവാസികളാരെങ്കിലും എന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ഭക്ഷണം തരും. ചില സമയത്ത് എന്റെ വീട്ടിൽ കൊണ്ടുവരും, ഭക്ഷണം വെക്കും. എന്നിട്ടൊരു സ്റ്റൂളെ കയറ്റി വെച്ചിട്ട് പറയും, എടാ അവിടെ ഇരിക്കുന്നു, ഇരിക്കുന്നു, എടുത്ത് കഴിച്ചോ പറയും. ഞാൻ തപ്പിത്തപ്പ തന്നെ ചെന്ന് ആ സ്റ്റൂളെ തട്ടുമ്പോ ചിലപ്പോ ആ ഭക്ഷണം മാറി. അവര് വിചാരിക്കുന്നത് ഞാൻ തട്ടിക്കളഞ്ഞതാണ്. പക്ഷേ എന്റെ കൈ തട്ടി തന്നെ പോയതാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകില്ല. അപ്പൊ അവര് പറയും തന്നതാ കുറ്റമല്ലേ. അപ്പോ എന്നാലും അവരത് തന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഒത്തിരി പറഞ്ഞ് വീർപ്പിക്കുന്നില്ല. എനിക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം തരാൻ ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അച്ഛന്മാരുടെ പാസറേജിലും കന്യാസിയുടെ കോൺവെന്റിലും ഒക്കെ ഒരു ദിവസമെങ്കിലും ഞാൻ താമസിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഓർമ്മയായ സത്യമായ കാര്യം. പിന്നെ അയൽവാസികള് ആരെങ്കിലും എന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്നെ വീട്ടിൽ ഒരു ദിവസം താമസിപ്പിക്കും, 2 ദിവസം താമസിപ്പിക്കും. എന്നിട്ട് പറയും, നിന്റെ അച്ഛന് ഒരു ഓർമ്മയില്ലാതെ മറ്റു പ്രയാസമായിട്ടിരിക്കുന്നു, നിന്റെ അമ്മയൊക്കെ നാട്ടിൽ ആരും നിനക്കില്ല, ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു, ഒന്നുമില്ലെന്ന് പറയുന്നു. ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം ഈശ്വര ശാപമാണ്. അതുകൊണ്ട് നിന്നെ പോലെ ഒരു കുട്ടിയെ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ ഞങ്ങൾക്കും അത് ഉണ്ടാകും. അതുകൊണ്ട് നീ എന്താ ചെയ്യുന്നത്, എങ്ങോട്ടാ പോകുന്നെങ്കിൽ പോകാം. എനിക്ക് അടുത്തോട്ടൊന്ന് മാറി നിൽക്കണമെങ്കിൽ ചലന സ്വാതന്ത്ര്യം ഇല്ല. തൊട്ടടുത്ത് മാത്രം അറിയാവുന്നിടത്ത് മാത്രം ഒന്നും വീടിന്റെ മുറ്റത്തും പുറത്തൊക്കെ ഇറങ്ങുമെന്നല്ലാതെ ദൂരത്ത് പോകാൻ എനിക്കറിയില്ല. അതന്നെയല്ല, ഹൈറേഞ്ചിലൊക്കെ വീടുകൾ എന്ന് പറഞ്ഞാൽ ഒരു വീട് ഇവിടെ ആണെങ്കിൽ ഒരു വീട് 1/2 കിലോമീറ്ററൊക്കെ ദൂരെ ആയിരിക്കും, ചിലപ്പോൾ കുറച്ചടുത്ത് വരാം, എങ്കിലും തൊട്ടടുത്തൊന്നും കാണില്ല. അപ്പൊ അങ്ങനെ പറയും. അപ്പോ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ആരോടും പറയാൻ ഒക്കത്തില്ല. എനിക്ക് കരയാൻ മാത്രമേ അറിയൂ. എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റും. അമ്മ എവിടെയാ പോയത്, ചേച്ചി എവിടെയാ പോയെന്ന് അറിയില്ല. അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലിയില്ല, ബസ് അറിയത്തില്ല, ഏത് നാട്ടിലൊന്നും അറിയില്ല. ഞാൻ ആ ചേച്ചി അമ്മയെ വരും എന്നുള്ള ശബ്ദം കേട്ട് രാത്രിയും പകലും ഉറങ്ങാതിരിക്കും. എന്നിട്ട് എനിക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് കുളിക്കാൻ പോകാൻ കഴിയുന്നില്ല. ആരെങ്കിലും ചേച്ചിമാരോ അല്ലെങ്കിൽ ഒരുവിധം പ്രായമുള്ള കൊച്ചുകുട്ടികളോ എന്നെ കുളിക്കാനായിട്ട് പെരിയാറ്റി പറഞ്ഞു, കൈപ്പിടി ചാർത്തി. ഒരു ദിവസം ഞാൻ ഓർക്കുന്നൊരു സംഭവം, ഒരു ദിവസം അവരെന്നെ കുളിക്കാനായിട്ട് പെരിയാറിന്റെ നടുവിൽ കൊണ്ടുപോയിട്ടൊരു പാറപ്പുറത്ത് ഇരുത്തിയിട്ട് പറഞ്ഞു, എടാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, മാറിയാ നീ വെള്ളത്തിൽ വീണ് കയത്തിൽ വീണ് മരിച്ചു. നീ മരിച്ചു പോകുന്നതുകൊണ്ടല്ല, പോലീസ് ഞങ്ങളെ പിടിക്കും, ചോദ്യം ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ നീന്തി തുടിച്ചു കുളിച്ച ശേഷം വരാം, എന്നിട്ട് ഞാൻ കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഒരു ചെറിയ മഴ പെയ്ത ഒരു സമയം, സന്ധ്യാസമയം അടുത്ത് വരികയാണ്. അവരെല്ലാം കുളിച്ചിട്ട് നീന്തി തുടിച്ചു കുളിച്ച ശേഷം അവരുടേതായ ഭവനങ്ങളിലേക്ക് അവരെല്ലാം പോയി. ഒരു കൊച്ചുകുട്ടികളല്ല, വലിയ പ്രായമുള്ളവരല്ല, പ്രാപ്തിയായിട്ട് ആലോചിക്കാൻ സമയം പ്രായമുള്ളവരല്ല. ഞാനൊരു പാറപ്പുറത്തിരുന്ന് ഒരു സന്ധ്യാസമയത്ത്, ഒരു മഴ പെയ്ത സമയത്ത് പെരിയാറിന് നടുവിൽ ഒരു പാറപ്പുറത്തിരുന്ന് കരഞ്ഞ നിമിഷം അതാ ഞാൻ പറഞ്ഞ, അത്രമാത്രം ഒറ്റപ്പെട്ടവനായിരുന്നു, ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു, അറക്കപ്പെട്ടവനായിരുന്നു. ഞാൻ ഒരിക്കലും ഓർത്തില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നൊരു സാക്ഷ്യം പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക്, ജനങ്ങൾ എന്നെ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. അങ്ങനെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ആളായിരുന്നു, കുട്ടിയായിരുന്നു. എനിക്ക് വായിച്ചു തരാൻ ആളില്ല. കാരണം അവിടെ ഒരു പ്രൈവറ്റ് സ്കൂളില് എന്റെ കാഴ്ച പോയപ്പോ അച്ഛൻ കൊണ്ടുപോയി ഒരു ആശാന്റെ പള്ളിക്കൂടവും പറയുന്നത്. പക്ഷെ ആശാൻ കളരിയല്ല, കാരണം 100-300 കുട്ടികളും ഒത്തിരി കുട്ടികളും പ്രൈവറ്റ് സ്കൂളും കൂടിയാണ്. അപ്പൊ അവർ പറഞ്ഞ രജിസ്റ്റർ എഴുതാൻ പറ്റില്ല, അവിടെ ഇരുന്ന് പഠിച്ചോട്ടെ എന്ന് പറയും. അപ്പോ അങ്ങനെ എന്റെ കൂടെ പഠിച്ച കുട്ടികളാണ് എന്നെ അവിടെ ഈ ആറ്റില് പോയത്, തിരിച്ചുകൊണ്ട്. ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. എന്നെ വായിച്ചു കേൾപ്പിക്കാൻ ആരുമില്ല. എനിക്ക് തക്ക സമയത്ത് വസ്ത്രം ക്രമീകരിച്ചാൽ ആരുമില്ല.
ഭക്ഷണം തരുവാൻ ആരുമില്ല. ഞാൻ ചിന്തിക്കും, മനുഷ്യനെ ആത്മഹത്യ ചെയ്യാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാതെയാണോ ദൈവം സൃഷ്ടിച്ചത്? ദൈവം ഒന്ന് ഇല്ലായിരിക്കും. കാരണം എന്റെ ചേച്ചി പാടുന്ന കേട്ടിട്ടുണ്ട്, കണ്ടു നിൽക്കാത്ത ദൈവങ്ങളെ, കരയാൻ അറിയാത്ത, ചിരിക്കാൻ അറിയാത്ത, വികാരങ്ങളില്ലാത്ത ദൈവം. അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു. അപ്പൊ ദൈവം ഒന്നും ഇല്ല ഉണ്ടെങ്കിൽ എന്റെ കാഴ്ച ഇങ്ങനെ പോകില്ല. ചെറിയ പ്രായത്തിൽ എന്റെ അച്ഛൻ ഒരു രോഗിയായി മാറില്ല. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പല സ്ഥലത്തിൽ വിഭാഗിക്കപ്പെട്ടില്ല. ഞങ്ങളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയില്ല. അതൊക്കെ എന്റെ ചിന്ത വരുമായിരുന്നു. ദൈവം ഇല്ല, പിന്നെ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഇനി ഉള്ള ദേവന്മാരോട് പണ്ട് പ്രാർത്ഥിച്ചു, ഒത്തിരി പണം കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനൊന്നും ഇല്ല എന്ന് ഞാൻ ഓർത്ത് എന്റെ ജീവിതത്തെ ശപിക്കുകയൊക്കെ ചെയ്യും. ഞാൻ തന്നെ എന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പണ്ട് വായിച്ചു, ജീവിതത്തെ തന്നെ ശപിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ എങ്ങനെ മരിക്കാം? എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അയൽവാസി. അവൻ പറഞ്ഞു, എടാ ഒരു മരണം ഞാൻ കണ്ടു, പക്ഷെ അത് മരിച്ചു കിടക്കുക, മരത്തേലാ തൂങ്ങിക്കിടക്കുക. ആള് തൂങ്ങിക്കിടക്കുക, ഒരറ്റം കയറ് കഴുത്തേലും ഒരറ്റം മരത്തേലും ഉണ്ട്. അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ എനിക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ട്, എങ്ങനെയാന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ചിന്തിച്ചു, എനിക്ക് മരിക്കണമെന്നുണ്ടെങ്കിൽ ആരാണ് എന്നെ മരത്തെ കയറി കെട്ടി തൂക്കുന്നത്? ആരും അത് ചെയ്യില്ലല്ലോ. പിന്നെ സാറേ ഒരു നേരത്തെ ആഹാരം എന്ന് പറഞ്ഞ ആരെങ്കിലും തരാം, പക്ഷെ വിഷം മേടിച്ചു തരാൻ പറഞ്ഞ ആരെങ്കിലും തരും. ഇനി ഏതെങ്കിലും പുഴയിൽ ചാടി മരിക്കണമെങ്കിൽ പുഴ എവിടെയാണെന്ന് അറിയണം, വെള്ളമുള്ള എവിടെയാണെന്ന് അറിയണം. അതെങ്ങനെ അറിയും? ഇനി ഒരു വണ്ടി വരുമ്പോ അതിന്റെ മുമ്പിലോട്ട് എടുത്ത് ചാടി മരിക്കാൻ ശ്രമിച്ചാൽ അവിടെ വണ്ടികൾ കുറവാ, മാത്രമല്ല ഡ്രൈവർക്ക് കാഴ്ചയുണ്ട്, അയാൾ ബ്രേക്കേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ല. എന്തിനാണ് ഇങ്ങനെ? ഞാൻ തന്നെ ആയിപ്പോയി, എല്ലാം നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഓർത്ത് ഞാൻ നിരാശനായി കരയുക മാത്രം ചെയ്യും. എന്റെ കാഴ്ച പോയ ശേഷം ഒരു ദിവസം പോലും ഞാൻ നേരെ നോക്കിയിട്ടില്ല. എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് തല കൂട്ടിങ്ങനെ ഇരിക്കും. എന്റെ അമ്മയുടെ അച്ഛന്റെയോ ചേച്ചിയുടെയോ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം ഞാൻ തല ഉയർത്തും. എനിക്ക് ആരെങ്കിലും ആഹാരം തന്ന അവരുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയമാണ്. ഒരു ഇരുവർത്തിയമ്മോടനെ പോലെ ഒരു എന്താ പറയുന്നത്, അത് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഒരു പ്രത്യേകമായ അവസ്ഥ. മടിയാണോ, നാണമാണോ, ലജ്ജയാണോ, ഭയമാണോ, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എനിക്കൊരു നേരെ നോക്കിയിട്ടില്ല. ഞാൻ ഒറ്റപ്പെട്ട ശേഷം ഒരിക്കലും ഞാൻ രാത്രി സുഖമായി ഉറങ്ങിയിട്ടില്ല. രാത്രി എപ്പോഴാണ് ഉണ്ടാകുന്നത്, പകൽ എപ്പോഴാണ് ഉണ്ടാകുന്ന അറിയില്ലല്ലോ. വെട്ടമൊന്നും ശരിക്കും കാണുന്നില്ല. എനിക്ക് നേരത്തെ നല്ലപോലെ വെട്ടം കണ്ടി ഓടിച്ചാടി കളിച്ച് നടന്ന ആളല്ലേ ഞാൻ. ചില ദിവസമൊക്കെ ഞങ്ങളുടെ വീടിന്റെ പടികളിലിരിക്കുക. അപ്പൊ അതിലെയാണ് ഈ സ്കൂളിലേക്ക് കുട്ടികൾ പോകാൻ വരുന്നത്. അവർ ദൂരെ ആർത്ത് വിളിച്ചു വരും. നേരത്തെയൊക്കെയാണ് എന്നെയും എന്നെയും കൂടെ കൊണ്ടുപോകും. സന്തോഷത്തോടെ ഞങ്ങൾ പോകുന്നത്. എന്റെ കാഴ്ച പോയ ശേഷം എല്ലാവരും നഷ്ടപ്പെട്ട് കഴിഞ്ഞ കുട്ടികളൊക്കെ ദൂരേന്ന് ശബ്ദം ഉണ്ടാക്കി ആർത്ത് വിളിച്ചു വരും. എന്റെ തൊട്ടടുത്ത് വരുമ്പോ ആരും മിണ്ടാതെ വന്നിട്ട് എന്റെ പുറകെ വന്നിട്ട് എന്റെ പുറത്തിങ്ങനെ കിരട്ടിച്ച് ദൂരെ മാറിഞ്ഞിട്ട് പൊട്ടക്കണ്ണ എന്ന് വിളിച്ചിട്ട് അവരെല്ലാം ഞാൻ എന്റെ വീടിന്റെ മുകളിൽ തനിയായിരിക്കും. അങ്ങനെ എന്റെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു. നിരാശ മാത്രം. മരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. രാത്രി എപ്പോഴാ പകലെപ്പോഴാന്ന് അറിയത്തില്ല. അയൽവാസികൾ ആരെങ്കിലും കൈ കുഴിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുപോയാൽ വീട്ടിൽ ഭക്ഷണം ചിലപ്പോൾ സമയത്ത് കൊണ്ടുതരും. ആഴ്ച 2 3 പ്രാവശ്യം എന്നെ കുളിക്കാൻ വായിച്ചു കേൾപ്പിക്കാൻ ആരുമില്ല. ആനുകാലിക സംഭവങ്ങളെ കുറിച്ച് എന്നോട് പറഞ്ഞു തരാൻ ആരുമില്ല. സ്നേഹത്തോടെ മകനെ അല്ലെങ്കിൽ സഹോദര അല്ലെങ്കിൽ സുഹൃത്തെ എടാ എന്നൊക്കെ വിളിച്ച് ഒരു കാര്യം പറയാൻ പോലും ആരുമില്ലാത്ത നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ ഈ തുലാമഴയും ഇടിവിട്ടൊക്കെ ഉണ്ടാകും. ആ സമയത്ത് പലപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ ഭയപ്പെട്ടിട്ടുണ്ട്. ആ ഭയം എപ്പോഴും എന്നെ പിന്തുടരുന്നുണ്ട്. അത്രമാത്രം ഞാൻ ഒറ്റപ്പെട്ടവനാണ്, ഉപേക്ഷിക്കപ്പെട്ടവനാണ്, അറയ്ക്കപ്പെട്ടവനാണ്. അങ്ങനെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു. എനിക്ക് മരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ മരിക്കാം? എന്റെ മനസ്സിൽ എന്നാലും ഒരു ചെറിയ പ്രായത്തിലൊരു ചിന്ത വന്നു. എന്റെ സ്വന്തം വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കാതെ എനിക്ക് അന്ന് അറിയാവുന്ന തരത്തിലുള്ള മർദ്ദന മുറയിൽ ഞാൻ തന്നെ എന്റെ ശരീരത്തെ പീഡിപ്പിച്ച് ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ കിടന്ന് തന്നെ മരിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ അച്ഛനെ ദൂരെ എവിടെ ജോലിക്കാന്ന് പറഞ്ഞിങ്ങനെ നല്ല ഓർമ്മയില്ലല്ലോ. അച്ഛന് അങ്ങനെ നല്ല ശേഷി ഇല്ലാത്തതുകൊണ്ടല്ല എന്നെ ഒരിക്കലും ഇട്ടിട്ട് പോയില്ല. അങ്ങനെ പോയി വന്നില്ല കുറെ ദിവസങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അച്ഛൻ വരില്ലേ, എന്നെ നോക്കാൻ ആരുമില്ലേ, അമ്മ ദൂരെ എവിടെയാന്ന് പോലും അറിയത്തില്ല, ചേച്ചി എവിടെ നടക്കില്ല, എന്റെ പെങ്ങള് അവിടെ തന്നെ പോകണമെങ്കിൽ ആ സമയത്ത് എനിക്ക് പോകാൻ അറിയത്തില്ല, ആരെങ്കിലും എന്നെ കൊണ്ടുപോകണം. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ എന്താ വിചാരിച്ചാലിങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ തന്നെ ഒരു ചെറിയ പദ്ധതിയൊക്കെ തയ്യാറാക്കി എന്റെ കട്ടിലിന്റെ അടിയിൽ വെച്ചു.
ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ, ഞാനിതിപ്പോ എന്റെ ഫോണിലൂടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, അന്ന് അറിയാവുന്ന മർദ്ദന മുറയൊക്കെ എനിക്ക് തന്നെ ശരീരത്തിൽ പീഡിപ്പിക്കാൻ കഴിയുന്നതൊക്കെ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്ത് ഭക്ഷണം കഴിക്കാതെ ഇവിടെ കിടന്ന് തന്നെ മരിക്കാൻ വിചാരിച്ചു. ഇനി ഒരു അയൽവാസിയുടെ വീട്ടിൽ പോകുന്നില്ല, ഒരു അച്ഛന്മാരുടെ വാസനയിലോ കന്യാസ്ത്രീയുടെ കോൺവെന്റിലോ ഇനി ഒരിക്കലും ഞാൻ പോകില്ല. അയൽവാസിയുടെ വീട്ടിൽ പോയി ഭക്ഷണത്തിനായിട്ട് കിടക്കാനുമായിട്ട് പോകുന്നില്ല. എന്റെ സ്വന്തം വീട്ടിൽ എന്റെ മരണം വരിക്കണം എന്ന് വിചാരിച്ച അവിടെ തന്നെ കിടന്ന ദിവസം രാത്രിയൊക്കെ പേടി വരും. കാരണം പണ്ട് പറഞ്ഞ കഥകള്, യക്ഷിക്കഥകള്, അമ്മമ്മ കഥകൾ, ചെയ്താന്റെ ഉമ്മാക്കി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന, പാക്കാണ്ടൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കഥ, അതൊക്കെ അവർക്ക് പേടി വരും. പക്ഷെ അന്ന് ഈ മരിക്കാൻ ആഗ്രഹിച്ചവർക്ക് പിന്നെ പ്രശ്നമില്ല, പേടിക്കേണ്ട ആവശ്യം. ആറ്റിച്ചാടി ചാകാൻ പോകുന്ന ആൾ ഇവിടെ കൊണ്ട് പോകേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് അതൊന്നും അറിയത്തില്ല, മരിക്കാനാണെങ്കിൽ പോലും പേടി വരും. അപ്പോ ഇങ്ങനെ ഞാൻ ഒരു ദിവസം എന്റെ സ്വന്തം വീട്ടിൽ കിടന്നു തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. രാത്രി മുഴുവൻ ഓരോന്നൊക്കെ ചിന്തിച്ച് അമ്മ വരുവാനും ചേച്ചി വരുവായിരിക്കും, എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ, എനിക്കും സ്കൂളിൽ പോകാൻ പറ്റുമായിരിക്കും, അന്ധവിദ്യാലയം അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്കൂൾ എന്ന് കേട്ടിട്ടുണ്ട്, അവിടെയൊക്കെ എനിക്ക് പോകണമെന്നുണ്ട്, അവിടെ എന്നെ കൊണ്ടുവിടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ചേച്ചി വരുന്നുണ്ടായിരിക്കും. അമ്മയുടെ ആണോ ശബ്ദം ദൂരെ കേൾക്കുന്നത്, ചേച്ചിയുടെ ആണോ എന്ന് പറഞ്ഞ് ചെവി ഇങ്ങനെ വട്ടം പിടിച്ചു. പക്ഷെ അവരൊന്നും വന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി മുഴുവൻ ഞങ്ങൾ കഴിയും. പകലായ സമയത്ത് ഞാൻ അറിയാതെ ഉറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിലെ ഭക്ഷണം കഴിക്കാതെയും എനിക്കറിയാവുന്ന മർദ്ദനം മുറ സ്വീകരിച്ച് മരിക്കാൻ തന്നെ ആഗ്രഹിച്ചു. അതെന്താന്ന് ഞാൻ വിവരിച്ച് ഇവിടെ പറയുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് 12 വയസ്സ് കഴിഞ്ഞ സമയത്താണ്. 12 വയസ്സായപ്പോ കാര്യം പറയുന്നത്. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാര്യമാണ് ഞാനിപ്പോ ഈ ചെറുക്ക സമയം കൊണ്ട് പറഞ്ഞത്. അപ്പൊ ഇതിനിടയ്ക്ക് എത്രമാത്രം വേദനിക്കുന്ന കഥ നീർന്ന ഓർമ്മകളൊക്കെ ഉണ്ടെന്ന് അറിയാവും. അതൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പോലും ഇപ്പൊ അത് അങ്ങനെ എന്റെ മനസ്സിൽ ഇപ്പൊ ആ ദുഃഖമില്ല, സന്തോഷം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരു പ്രത്യേക ശബ്ദം കേൾപ്പിച്ചോ, പ്രത്യേക ഭാഷ ഉപയോഗിച്ചോ, കരഞ്ഞോ ഒന്നും പറയാൻ അറിയില്ല. അതങ്ങനെയല്ല, പറഞ്ഞ് ശീലമില്ല. ഞാൻ ഇപ്പൊ ഉള്ള പോലെയാണ്, ഞാൻ അനുഭവിച്ച കാര്യം അതുപോലെ പറയാന്ന്, അതിൽ മതി. ഇപ്പം ഒരു ന്യൂസ് വരും, അച്ഛൻ മരിച്ചു എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് അച്ഛൻ മരിച്ചു അതൊക്കെ പ്രത്യേകിച്ച് പറയുന്ന കരഞ്ഞൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയ ഒരു പ്രത്യേക ഫീൽ ചെയ്യിക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിനൊരു പ്രസക്തി ഉള്ളതുകൊണ്ട് തന്നെ ചിന്തിക്കും. അപ്പൊ നിങ്ങളെല്ലാം ചിന്തിക്കാൻ കഴിവുള്ളവരാ. ഞാൻ അനുഭവിച്ച കഥകളായി പറഞ്ഞത്. നിങ്ങൾ അതിലൂടെ എങ്ങനെ പ്രതികരിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അനുഭവിച്ച സത്യമാണത്. മാത്രമല്ല, ഇതിന്റെ പേര് അനുഭവ സാക്ഷ്യം എന്നാ. അനുഭവിക്കാത്ത കാര്യം പറയാൻ ഒക്കില്ല. അങ്ങനെ ഞാൻ കഷ്ടം അനുഭവിച്ച് അങ്ങനെ തന്നെ വീട്ടിൽ കിടന്നു. അന്ന് പകലായപ്പോൾ ഒരു 3 മണി 4 മണി അടുക്കാറായ സമയത്ത് ഒരു മനുഷ്യൻ എന്റെ വീട്ടിൽ വന്നു. പ്രഥമ ദൃഷ്ടിയാൽ അറിയാം അവിടെ ആരും ഇല്ലെന്നറിയാം. എന്നിട്ട് ആ മനുഷ്യൻ അകത്ത മുറിയിലേക്ക് വന്നു. അകത്ത മുറിയിൽ ആരും കണ്ടില്ല. അടുത്ത മുറി തള്ളി തുറന്ന് അകത്ത് വരും. കൈ വന്നിട്ട് കട്ടിലിൽ അവശനായി തളർന്ന, ഭക്ഷണമൊന്നും കഴിക്കാതെ അവശനായി തലമുടിയൊക്കെ വളർന്ന് ക്ഷീണിച്ച് പനി പിടിച്ച് ഉറങ്ങുന്ന പോലെ ഒരു തളർന്ന് കിടക്കുന്ന എന്നെ അദ്ദേഹം കോരിയെടുത്തിട്ട് അദ്ദേഹത്തിന്റെ മാറോട് ചേർത്ത് നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ നിശബ്ദമായി പൊട്ടിക്കരയുന്നു, വിങ്ങി പൊട്ടിക്കരയുന്ന ആ തേങ്ങല് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ആരാന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ, കണ്ണടച്ചുറങ്ങുമ്പോൾ, ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് ആരെങ്കിലും വന്ന് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരാൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? എന്താണെന്ന് അറിയില്ലല്ലോ. ഇത് നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ അതിന്റെ സംഭവം? മനുഷ്യനാണോ, ഏതെങ്കിലും പിശാചാണോ, അമ്മമാത കഥകളിലെ യക്ഷിയാണോ, ശൈത്താനാണോ, ഏതെങ്കിലും ഭ്രാന്തനാണോ, ഒന്നും അറിയില്ലല്ലോ. ആരായാലും എന്നെ കൊല്ലട്ടെ എന്ന് വിചാരിച്ചറിഞ്ഞത്. അത്ര കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ആ വിങ്ങൽ പൊട്ടന് ശേഷം അദ്ദേഹം ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. അതിതായിരുന്നു, പ്രൈസ് ദ ലോർഡ് ഇങ്ങനെ പറഞ്ഞു. ആ ശബ്ദമൊക്കെ പ്രത്യേക ഒരു മോഡലുണ്ടല്ലോ, അതിൽ പറഞ്ഞു. എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല, ഞാനത് കേട്ടിട്ടില്ല. എന്താ, ഞാൻ പേടിച്ചു പോയി പ്രൈസറോട് കേട്ടോ. എന്നിട്ട് എന്റെ പേര് വിളിച്ചു. അന്നേരം എനിക്ക് മനസ്സിലായി, കാഴ്ചയില്ലാത്ത ഞങ്ങള് ശബ്ദം കേട്ടാണ് ഞങ്ങൾ ആളുകളെ തിരിച്ചറിയുന്നത്. അതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി. ഇപ്പൊ എനിക്ക് പാസ്റ്റർ പരിചയമായാൽ എത്ര വർഷം കഴിഞ്ഞാലും ദൂരെ എവിടെ വെച്ച് ആയാൽ ഏത് നഗരത്തിൽ വെച്ചാലും ഏത് പട്ടണത്തിൽ വെച്ചായാലും എന്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ പരിചയമുള്ളവരുടെ ശബ്ദം ഞാൻ തിരിച്ചറിയും. ഞങ്ങളെല്ലാം കാഴ്ചയില്ലാത്തവർ അങ്ങനെയാണ്. എനിക്ക് ആ ശബ്ദം തിരിച്ചറിയും. ഞങ്ങളുടെ അയൽവാസിയായിട്ട് താമസിക്കുന്ന മനുഷ്യനായിരുന്നു.
അദ്ദേഹം വീട്ടിലിങ്ങനെ ശബ്ദമൊക്കെ ഉണ്ടാകും, പിള്ളേരെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്റെ അമ്മ പറയും, അത് അച്ചായനെ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ ഞങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് പേടി വരും, അച്ചായനെ വിളിച്ച് ഞങ്ങളെ തല്ലിപ്പിക്കും എന്നൊക്കെ പറയും. അപ്പോ ഞങ്ങൾ പേടിക്കും. ആ മനുഷ്യൻ ഒരു ദൈവനിഷേധിയായിരുന്നു, ദൈവത്തെ വിശ്വാസം ഇല്ലാത്ത നിരീശ്വരനായിരുന്നു. ക്രിസ്ത്യാനിയാണെങ്കിലും പള്ളിയിൽ പോകില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു പ്രത്യേക നിലയിൽ ജീവിക്കുക. ആ മനുഷ്യന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് മറ്റുള്ളവരൊക്കെ പറയുന്നു. ഞാൻ ഒരിക്കലും അതൊക്കെ എന്നോട് അച്ചായൻ തന്നെ പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കലും സാക്ഷ്യത്തിൽ പറഞ്ഞപ്പോ അങ്ങനെ അതുമായിട്ട് അറിയാവുന്ന ആര് പറഞ്ഞു അത് പറയണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അച്ചായൻ തന്നെ എന്നോട് ഒത്തിരി അച്ചായന്റെ വീരകഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടാ, ഞാൻ ആ അവസ്ഥയിൽ നിന്നാണ് ഇവിടെ വന്നത്, എന്നെ ദൈവമാണ് വിളിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ലായിരുന്നു, ഞാൻ വലിയ പ്രതിസന്ധി എനിക്ക് വരുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിച്ചേർന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ എന്നോട് കുറച്ച് കഥകളൊക്കെ, വ്യക്തിപരമായ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇന്ന് ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, സമൂഹം വെറുക്കുന്ന ആളല്ല, സഭ വെറുക്കുന്ന ആളല്ല, കുലം വെറുക്കുന്ന ആളല്ല. ഞാൻ യേശുവിന്റെ മകനായി തീർന്നു, യേശുവിന്റെ സത്യസുവിശേഷകനായ ഒരു സുവിശേഷ പ്രവർത്തകനാണെന്നും. എനിക്ക് സുവിശേഷവും മനസ്സിലായില്ല, പ്രസംഗവും മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം എന്റെ അടുത്ത് തന്നെ, ഞാനിരുന്ന കട്ടിൽ തന്നെ ചേർന്നിരുന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, കൈകൊണ്ട് പുറത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ഇതാണ്, നമ്മുടെ കർത്താവ് തമ്പുരാൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്, ക്ഷീണന്മാരായുള്ളവരെ നടത്തുമാറാക്കിയിട്ടുണ്ട്, ക്ഷീണന്മാർക്ക് കേൾവി കൊടുത്തു, ഗുണന്മാരായുള്ളവരെ നടത്തുമാറാക്കി, തന്നെപ്പോലെ തന്റെ ആൾക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു, ശത്രുക്കൾക്ക് വിശക്കുന്നെങ്കിൽ ആഹാരം കൊടുക്കാൻ പഠിപ്പിച്ച യേശു, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു. ഞങ്ങളൊക്കെ അന്ന് നേരെ തിരിച്ചാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്കത് കേൾക്കുന്നവരെ എല്ലാവരും കേൾക്കുമല്ലോ, അപ്പൊ അതുകൊണ്ട് അത് പറയുന്നില്ല. ഞങ്ങള് അന്ന് പ്രത്യേക പ്രാർത്ഥനയായിരുന്നു പഠിക്കുന്നത്. അതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമല്ല. ദുഷ്ടനെ നിഗ്രഹിക്കണമെന്നും ഇഷ്ടനെ തോഴലാക്കണം. പക്ഷെ നമ്മുടെ യേശുവിന്റെ പ്രത്യേകത, അദ്ദേഹം എന്നോട് പറയുക, പാവിയെ സ്നേഹിക്കുന്ന ദൈവം, ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദൈവം, തന്നെപ്പോലെ തന്റെ ആൾക്കാരനെ സ്നേഹിക്കാൻ, ആൾക്കാരനെ കറിയുന്നത്ര വെറുക്കാനാണ് നമ്മളൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ യേശു പറഞ്ഞു, നിന്നെപ്പോലെ തന്നെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശു. അത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ കഥ വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ അതെ ഇങ്ങനെയൊന്നും വരേണ്ട ആളല്ല. പക്ഷേ ഈ പ്രത്യേക തരത്തിലുള്ള സ്വഭാവമുള്ള മനുഷ്യൻ ഇത്രമാത്രം സ്നേഹം കാണിച്ച് സൗഹാർദ്ദപൂർവ്വം സാന്ത്വനപൂർവ്വം നമ്മളോട് പെരുമാറുമ്പോൾ ഇദ്ദേഹത്തെ സ്വാധീനിച്ച യേശു എത്ര സ്നേഹവാനായിരിക്കും എന്ന് ഞാൻ വെറുതെ ആ ചെറിയ പ്രായത്തിൽ ചിന്തിച്ച കാര്യം, 10 വയസ്സായിട്ടില്ല, ആ സമയത്ത് ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ യേശു കർത്താവ് ദൈവമായിരിക്കെ തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി താണലോകത്തിൽ, നമുക്ക് വേണ്ടി കർത്താവിന്റെ സ്വന്തം രക്തം ചിന്തി, കർത്താവിന്റെ വിലയേറിയ ജീവൻ ക്രൂശിൽ അർപ്പിക്കപ്പെട്ടു, ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ യേശു ഇപ്പൊ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ യേശു വീണ്ടും വരും. ആ യേശു വീണ്ടും വരുമ്പോൾ നിനക്ക് ഇവിടെ ഭാഗ്യ നേത്രങ്ങൾക്ക് കാഴ്ചയില്ലാത്ത തപ്പിത്തടയുന്ന ജീവിതമല്ല. നമ്മളെല്ലാം പേരും, യേശുവിനെ അറിയുന്നവരെല്ലാം സ്വന്തം മുഖങ്ങൾ കൊണ്ട് അന്യോന്യെ കാണുന്ന ഒരു സുദിനം വരും. അത് കുരുടൻ കാഴ്ച പ്രാപിക്കും, മുടന്തൻ മാനിനെ പോലെ തുള്ളിച്ചാടും, ക്ഷീണൻ കേൾക്കും, സ്തുതി മുഴക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം എന്നെ പറഞ്ഞു, ഇന്ന് എന്റെ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, സന്ധ്യാപ്രാർത്ഥന, നീ വരണമെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ കാലത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആവർത്തന വിരസത ഉണ്ടാവുമെന്ന് പറയുന്നില്ല. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട്, എല്ലാവരും വെറുക്കപ്പെട്ട്, കഷ്ടതയും ബുദ്ധിമുട്ടും പട്ടിണിയും പ്രയാസവും രോഗവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് നെടുവീർപ്പും വേദനയൊക്കെ മാത്രം ഒരിക്കലും നേരെ നോക്കിയിട്ടില്ല. എന്റെ സങ്കടങ്ങൾ എത്രയാന്ന് പറയാൻ എനിക്കറിയാൻ കഴിയില്ല. ഞാൻ അനുഭവിച്ച ഒത്തിരി കഥകളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അതൊക്കെ ഞാൻ ഓർത്തപ്പോ എനിക്കിനി എങ്ങും കൊണ്ടാണ് ഈ വീട്ടിൽ കിടന്ന് മരിച്ചാൽ മതി എന്ന് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ അച്ഛനോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അച്ചായ ഞാൻ ഇനി ഒരിടത്തും വരുന്നില്ല. അച്ചായൻ ഇന്ന് എന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയാൽ എനിക്ക് ഭക്ഷണം തരും, എനിക്ക് കിടക്കാനുള്ള കാര്യം ചെയ്തു തരും. പക്ഷെ നാളെ രാവിലെ
എന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് എന്നെ ഇവിടെ തന്നെ കൊണ്ടുവിടും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞത് പരമസത്യമാണ്, അതാണ് സത്യം, ഞാൻ അങ്ങനെ ചെയ്യും, ഇന്ന് നിന്നെ കൊണ്ടുപോകും, നിനക്ക് വീട്ടിൽ ഭക്ഷണം തരും, ഉറങ്ങാനുള്ള സംവിധാനം ചെയ്യും, നാളെ രാവിലെ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇതേ വീട്ടിൽ ഇതേ കട്ടിൽ കൊണ്ട് നിന്നെ കിടത്തും. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, എന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല, തള്ളിക്കളയില്ല എന്ന് പറഞ്ഞൊരു യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നിന്റെ അമ്മയും മറ്റുള്ളവരും ബന്ധുക്കളൊക്കെ ഇപ്പൊ എവിടെയാണ്? പക്ഷെ വചനം പറയുന്നു, പെറ്റ തള്ള മറന്നാലും മറക്കാത്തൊരു യേശു ഉണ്ട്. ആ യേശു നിന്റെ കൈക്ക് പിടിക്കും, നിന്നെ സൂക്ഷിക്കും, സഹായിക്കും, നിനക്ക് സമാധാനം തരും. യേശുവിന്റെ പ്രത്യക്ഷതയിൽ നീ കാഴ്ച പ്രാപിക്കും, പ്രത്യാശ പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹം എന്നെ നിർബന്ധിച്ചു, എടുത്തുകൊണ്ടും കൈക്ക് പിടിച്ചുകൊണ്ടും ഒക്കെ എങ്ങനെയാണോ അവിടെ വീട്ടിൽ കൊണ്ടുപോയി. ഒരു സന്ധ്യാസമയത്ത് പായ വിരിച്ച് കുറച്ചുപേർ, അവരുടെ വീട്ടിലെ അച്ഛൻ, അമ്മ, അച്ഛൻ്റെ പെങ്ങള്, അനിയന്മാരെ ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വീട്ടിൽ ആരോ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, അവരെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് ആരാധിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വിട്ടാൽ മതി, പക്ഷെ എന്നെ ആ നടുവിലേക്ക് കയറ്റി. അവരെല്ലാം എന്റെ ചെവിയിലോട്ട് ആർത്ത് വിളിക്കുന്നു, കൈയടിക്കുന്നു, വിസിലടിക്കുന്ന പോലെ തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. എങ്ങനെയായാലും രക്ഷപ്പെട്ടാൽ മതി. ഞാൻ ഇന്ന് ഓർക്കുന്ന, ഒരു വള്ളിനിക്കർ, ഒരു മുഴുക്കയും ഷർട്ട് വിട്ട് ഞാൻ അവരുടെ ആ മധ്യേ തല കുമ്പിട്ട് കുനിഞ്ഞൊട്ടിയിരിപ്പായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചു, ഇവർക്ക് എങ്ങനെ പാടാനും ഹല്ലേലൂയ വിളിക്കാനും കഴിയുന്നുണ്ട്, എനിക്കൊന്നിനും കഴിയുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ചായൻ തന്നെ എന്നെ കൈ പിടിച്ചുകൊണ്ട് അച്ചായൻ തന്നെ ഒരു ബൈബിളിൽ ഒരു വാക്യം എടുത്ത് വായിച്ചു. പിന്നീട് ആ വാക്യം എന്റെ കൈവിരലുകൊണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വാക്യം ഇതാണ്: വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു, അതിനെക്കുറിച്ച് പറഞ്ഞു, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു കേൾക്കുമായിരുന്നു. അപ്പോൾ സമാധാനം എന്നതൊന്നും ആരാണ് നൽകുന്നത്? അന്ധനും അനാഥനും ഹൈന്ദവനുമായ എനിക്ക് ഈ സമാധാനം പ്രാപിക്കുന്നു. ഈ വാക്യം ഞാൻ പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതൊരു യെരൂശലേമിനെ സംബന്ധിച്ചൊരു പ്രവചനവാക്യമാണ്. പക്ഷെ അന്നേരം നമ്മുടെ ബൈബിളിലെ വാക്യങ്ങളെല്ലാം ഏത് സമയത്തും മനുഷ്യനോട് സംവദിക്കുന്ന വചനമാണ്. അവനെ തീർച്ചയായിട്ടും അവനോട് സംവദിക്കുകയും അവനെ പ്രത്യേക നിലയിൽ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്ന വാക്യങ്ങളാണ് ബൈബിളിലെ പ്രത്യേകത. അത് മറ്റൊരു പുസ്തകത്തിലും അത് കണ്ടിട്ടില്ല. ഞാൻ വേദങ്ങള്, ശാസ്ത്രങ്ങള്, ഉപദേശത്തുകള്, പുരാണങ്ങള് ഒക്കെ വായിച്ചിട്ടുണ്ട്, ശാസ്ത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. ഇന്നും ഞാൻ വായിക്കുന്ന ആളാണ്. പക്ഷെ ഈ ബൈബിളിലെ സ്വാധീനത പോലെ ഒരു സ്വാധീനതയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് നമ്മുടെ ഹൃദയത്തോട് നേരിട്ട് ഇടപെടുന്ന പോലെയാണ് ആ ചെറിയ പ്രായത്തിൽ. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണോ അച്ചായ? ഈ സമാധാനം ആരാ നൽകുന്നത്? നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ആ പ്രാർത്ഥന ശേഷം ചോദിച്ചു. അവർ രാത്രി മുഴുവൻ എന്നോട് സുവിശേഷം പറയുക, ഭക്ഷണമൊക്കെ തന്നിട്ട്. ഞാൻ വിചാരിച്ചു, ഇത്രമാത്രം പറഞ്ഞ് എന്നെ എന്തിനാ അങ്ങനെ പ്രേരിപ്പിക്കുന്നത്? അവർക്ക് എന്ത് കിട്ടാനാ എന്നെ? അവർക്ക് നഷ്ടമല്ലാതെ ലാഭം ഒരിക്കലും എന്നെ മുഖാന്തരം ഉണ്ടാകില്ലല്ലോ. പിന്നെ അവർ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്തായിരിക്കും, അതിന്റെ പിന്നിൽ ചേതോപകാരം എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ വെറുതെ അവർ നിർത്താൻ വേണ്ടി പറഞ്ഞാ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എനിക്കിതെല്ലാം കിട്ടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ. എനിക്ക് വിശ്വാസം ഇല്ല. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് എന്റെ തലയെ കൈവച്ച് ശരീരത്തിലെല്ലാം കൈവച്ച് ഒരു അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് ഒരു വലിയ പ്രകാശന്റെ ശക്തി, എന്റെ ശരീരത്തിൽ ഒരു വലിയ വിയർപ്പ് അനുഭവിച്ചിട്ട് ഒരു ശക്തി പോലെ കറണ്ട് പാസ് ചെയ്തുകൊണ്ട് ഒരു അനുഭവം എനിക്കുണ്ടായി. എന്റെ ശരീരമൊക്കെ വിയർത്തു, എന്റെ കൈക്കാരോ പിടിക്കുന്നവർ തോന്നി. എനിക്ക് ആ ചെറിയ പാർട്ടി മനസ്സിലായി, ഇവർ പറയുന്നേക്കാൾ ശക്തിയാണ് യേശു, ഇവർ പറയുന്നേക്കാൾ സത്യമാണ് യേശു. ഇത് എങ്ങനെയാ തിരിച്ചറിയുന്നത്? എനിക്ക് അങ്ങനെ ഉണ്ടായത് എനിക്ക് തോന്നലാണോ? വിയർപ്പും ശരീരത്തിലുണ്ടായ ആ കറണ്ട് പാസ് ചെയ്ത പോലെ അനുഭവം ഉണ്ടായത് എന്റെ തോന്നലാണോ? എന്റെ കൈക്കാരോ പിടിക്കുന്ന പോലെ തോന്നിയല്ലോ, ഒരു സ്വാതന്ത്ര്യം വാക്ക് പറയുന്നവർ തോന്നിയല്ലോ, ഇതൊക്കെ സത്യമാണോ എന്ന് വിചാരിച്ചു. ഇനി എന്റെ ഒരു ആദ്യത്തെ സാക്ഷിയെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, അമ്മ ദൂരെ എവിടെയും ഹോസ്പിറ്റലിൽ, അമ്മമാരുടെ വീട്ടിലും മറ്റെവിടെയൊക്കെയാണ് ബന്ധുക്കളുടെ വീട്ടിൽ, ചേച്ചി, പഴയ പെങ്ങള്, സഹോദരനൊക്കെയാണ്. ഞാൻ തന്നെ അറേഞ്ചിട്ടൊരു വീട്ടില് അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ ഈ ഓർമ്മശക്തി ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നടക്കും. പലപ്പോഴും ഞാൻ മറ്റൊരു അയൽവാസിയുടെ വീട്ടിലാണ്. സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടപ്പോൾ ഒരിക്കലും ഉറങ്ങാറില്ല. ഞാൻ എപ്പോഴും വിഷമിച്ചും കരഞ്ഞും ഒക്കെ ഇങ്ങനെ ഇരിക്കും.
തന്നെ ഇരിക്കും. ആരും എനിക്ക് സംസാരിക്കാനില്ല, കൂട്ടില്ല, വായിച്ചേൽപ്പിക്കാനില്ല, പറഞ്ഞു തരാനില്ല. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും ഉറങ്ങാൻ കഴിയില്ല. പക്ഷേ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ സാക്ഷി ഇതാണ്. ഞാൻ യേശുവിനെ കുറിച്ച് കേട്ട രാത്രി എന്നെ ആ കൈക്ക് പിടിച്ചു കൊണ്ടുപോയ അച്ചായന്റെ വീട്ടിൽ ഞാൻ സുഖമായി ഉറങ്ങി എന്നതാണ് എന്റെ ആദ്യത്തെ സാക്ഷ്യം. എനിക്ക് ആരുമില്ലാത്ത സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഉറക്കമില്ലായിരുന്നു. പക്ഷേ യേശുവിനെ കുറിച്ച് കേട്ട രാത്രിയിൽ ഞാൻ സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞു. അതാണ് എന്റെ ആദ്യത്തെ സാക്ഷ്യം. അന്ന് പ്രഭാതമായപ്പോൾ 5 മണിയായപ്പോൾ അവരുടെ ക്ലോക്കിൽ ബെല്ലടിച്ചു. ഞാൻ അവരുടെ കട്ടിൽ എഴുന്നേറ്റ് ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് ഒത്തിരി കാര്യങ്ങളില്ല. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഇത്രേ അറിയൂ. ഞാൻ ആദ്യമായി പ്രാർത്ഥിച്ചു, യേശുവേ, അങ്ങാണോ സാക്ഷാൽ ഈശ്വരൻ? എന്റെ ചെറിയ പ്രായത്തിൽ സൂര്യന്റെ വെളിച്ചം, ചന്ദ്രന്റെ വെളിച്ചം, നക്ഷത്രങ്ങളെ, മെർക്കുറി ലാമ്പും മെഴുകുതിരി ലാമ്പും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി എനിക്കൊരിക്കലും കാണാൻ കഴിയില്ലെന്നാ ഡോക്ടർമാർ പറയുന്നത്. എനിക്കിപ്പോ വിശ്വാസമില്ല. പക്ഷേ ഇന്നലെ അവർ പ്രാർത്ഥിച്ചപ്പോ എന്റെ ഉള്ളിലേക്ക് ഒരു സന്തോഷം വരുന്നത് പോലെ തോന്നി. എന്റെ കൈക്കാരോ പിടിക്കുന്ന പോലെ തോന്നി. എനിക്ക് തോന്നി അങ്ങാണോ, എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ തോന്നലാണോന്ന് അറിയുന്നില്ല. പക്ഷേ അങ്ങ് സാക്ഷാൽ ഈശ്വരനെങ്കിൽ ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ കണ്ട സൂര്യന്റെ വെളിച്ചം എന്നെ ഒറ്റ പ്രാവശ്യം കാണിക്കണം. എന്റെ രണ്ടാമത്തെ പ്രാർത്ഥന, കർത്താവേ, ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത, മനുഷ്യന്റെ ശബ്ദമല്ലാത്ത വ്യത്യസ്തമായ ശബ്ദം എന്നെ ഒരു പ്രാവശ്യം കേൾപ്പിക്കണം. എന്റെ മൂന്നാമത്തെ പ്രാർത്ഥന, കർത്താവേ, ഞാൻ എന്റെ 5 വയസ്സിൽ ഒരു ഹൈന്ദവയായ ചേച്ചി ഒരു പക്ഷിയെ കൊണ്ടൊരു ചിത്രം എടുത്തിട്ട് എന്നെ കാണിച്ചു. അന്ന് കാഴ്ച ഉള്ളപ്പോഴാണ്, നമ്മളെല്ലാം ചെറിയ പ്രായത്തിൽ കണ്ട കാഴ്ച നമ്മൾ ഓർത്തിരിക്കും. അങ്ങനെ ആ ചെറിയ പ്രായത്തിൽ കണ്ട കാഴ്ചയാണ്. ഒരു പക്ഷിയെ കൊണ്ടൊരു ചിത്രം എടുത്തിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ഇഷ്ടദേവത, നിന്റെ ആരാധന മൂർത്തി ഈശോ അഥവാ യേശുവാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ കുട്ടിയുടെ കാര്യത്തിൽ വിഷമിക്കേണ്ട, അവനെ ദൈവം നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ ആരെങ്കിലും ആ ചിത്രം ഫോട്ടോ എടുത്തതാണോ വരച്ചതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങയുടെ ക്രൂശ രൂപമാണെന്ന് പറഞ്ഞ് അവരെന്നെ കാണിച്ചത്. അങ്ങാണ് സാക്ഷാൽ ഈശ്വരനായ യേശുവെങ്കിൽ ഞാൻ എന്റെ ആ ചെറിയ പ്രായത്തിൽ കണ്ട സൂര്യന്റെ വെളിച്ചവും മനുഷ്യന്റെ ശബ്ദമല്ലാത്ത വ്യത്യസ്തമായ ഒരു ശബ്ദം കേൾപ്പിക്കുക മാത്രമല്ല, എന്റെ ചെറിയ പ്രായത്തിൽ കണ്ട ക്രൂശ രൂപം എന്നെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച നിമിഷം നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു അറിഞ്ഞുകൂടാ. 1000 സൂര്യന്മാർ ഒന്നിച്ച് പ്രകാശിക്കുന്ന വലിയ പ്രകാശം എന്നെ ചുറ്റും മിന്നിയിട്ട്, ഞാനാകുന്നു യേശു, ഞാൻ നിന്നെ കൈക്ക് പിടിക്കും, സംരക്ഷിക്കും, സൂക്ഷിക്കും, പരിപാലിക്കും, മാത്രമല്ല നിന്നെ എന്റെ ദാസനായിട്ട് ഉപയോഗിക്കും എന്ന് പറയുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ഒരു കലാകാരനാണ്. ഓൾ ഇന്ത്യ റേഡിയോയിലെ ഓഡിയേഷൻ ആർട്ടിസ്റ്റാണ് ഞാൻ. ഇഷ്ടംപോലെ ശബ്ദങ്ങൾ, ശബ്ദത്തിന്റെ അനന്ത സാധ്യതയെ പറ്റിയും ഫ്രീക്വൻസി മോഡുലേഷനെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളാണ്. എത്രമാത്രം നല്ല ഇമ്പകരമായ ശബ്ദം ഞാൻ സൗണ്ടിന്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല അന്ന് ഞാൻ കേട്ട ശബ്ദത്തിന്റെ മാധുര്യം. അതിന്റെ ഇമ്പകരമായ ശബ്ദം നമ്മൾ കേവലം പറഞ്ഞു തീർക്കുകയല്ല, അത്രമാത്രം ഇമ്പകരമാണ് അത്. വളരെ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, അത്ര സാധ്യതയാണ്, അത്ര സുഖമായ ശ്രവണസുഖമായ ഒരു ശബ്ദം എന്റെ കാതിൽ പതിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, കർത്താവേ, എന്റെ ചെറിയ പ്രായത്തിൽ കണ്ട അങ്ങയുടെ ക്രൂശ് രൂപം എന്നെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞപ്പോ കർത്താവിന്റെ ക്രൂശ് രൂപം കാണുന്ന എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്ന അനുഭവം ഞാൻ അന്നേരം പ്രാപിച്ചു. അന്നേരം എനിക്ക് കാണുവാണോ അതോ തോന്നലാണോന്ന് അറിയില്ല, കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അവരുടെ കാട്ടിൽ എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടിയെന്ന് അവർ പറയുന്നു. എന്റെ മുഖം പ്രകാശിച്ചു എന്ന് അവർ പറയുന്നു. കുനിഞ്ഞിരുന്ന ഞാൻ നിവർന്നു വന്നു. എന്റെ ഉള്ളിൽ സന്തോഷം വന്നു, പ്രത്യാശ വന്നു എന്ന് പറയുന്നു. ഞാൻ എന്തോ അറിയാത്ത ഭാഷകളൊക്കെ വിളിച്ചു പറഞ്ഞു. രക്ഷയെക്കുറിച്ച് അറിയത്തില്ല, നിത്യജീവൻ അറിയത്തില്ല, മാനസാന്തരം അറിയത്തില്ല, ഒന്നും അറിയത്തില്ലാത്ത കാലത്ത് യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. എന്റെ അച്ഛൻ ഷാംസ് വായിച്ചിട്ടുണ്ട്. മൈസൂരിൽ വെച്ച് ഏതോ ഒരു സാഹിബ് കൊടുത്ത ഇംഗ്ലീഷ് ബൈബിളും ആരോ കൊടുത്ത മലയാളം ബൈബിളും ഒക്കെ വായിക്കും. അതല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങളുടെ CSI പള്ളിയുണ്ട്, അവിടുന്ന് പാട്ട് കേൾക്കും. എന്നല്ലാതെ യേശുവിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ അന്ന് യേശുവിന്റെ ക്രൂശ് രൂപം എന്റെ സ്വന്തം കണ്ടുകൊണ്ട് കണ്ട പോലെ എനിക്ക് തോന്നുന്നത്. ആ ചെറിയ പ്രായത്തിൽ ഞാൻ എങ്ങനെ കണ്ടത് ഓർത്തിരിക്കുന്നുണ്ടോ, അതേ മോഡലിൽ തന്നെ യേശുവിന്റെ ക്രൂശ് രൂപം കണ്ടു ഞാൻ. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, യേശുവിന്റെ രൂപം കണ്ടത്. ആ പാട്ട് ഞാൻ
എന്ന് പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനത് 2 ലൈൻ പാടി കിട്ടിയത് ഞാൻ തന്നെ എഴുതിയതാണ്. എന്റെ അന്നത്തെ സാഹചര്യത്തിൽ ആ കർത്താവിന്റെ രൂപം കണ്ടപ്പോൾ ഞാൻ എഴുതിയ പാട്ടാണ്. അന്നേരം എഴുതാൻ പറ്റിയില്ല. അന്നേരം ഞാൻ ബ്ലൈൻഡ് സ്കൂളിൽ പോയില്ല, അതിന് ശേഷം പോയത്. പക്ഷെ പിന്നീട് എനിക്ക് ആ അനുഭവം പിന്നീട് ഒരു പ്രാവശ്യം കൂടെ ഉണ്ടായപ്പോൾ ഞാൻ എഴുതിയൊരു പാട്ടുണ്ട്. അതിങ്ങനെയാണ്: ആരോരുമില്ലാതെ ആശ്രയമില്ലാതെ ഏകനായി പൂർവമായി നിന്ന നേരം ചാരത്തണഞ്ഞവൻ സ്വാന്തന മന്ത്രമൻ കാതിലേക്ക് ഓതി എന്റെ യേശുനാഥൻ. ആരോരുമില്ലാതെ ആശ്രയമില്ല ഏകനായി മൂകമായി നിന്ന നേരം ചാരത്തണഞ്ഞവൻ സാന്ത്വന മന്ത്രമൻ കാതിലേക്കോതി യേശുനാഥൻ. കാതിലേക്കോതി യേശുനാഥൻ. മിഴിയേതും അറിയാതെ അങ്കുലി സ്പർശത്താൽ വേദം അറിഞ്ഞൊരു എനിക്ക് പാടാൻ പറ്റുന്നില്ല. കാരണം എന്താ പറയാ, എന്റെ ഹൃദയത്തിൽ 5 സ്റ്റെന്റ് ഇട്ടേക്കുക. എനിക്ക് പാടുമ്പോ സ്ട്രെയിൻ ചെയ്യും പ്രശ്നമുണ്ട്. തന്നെയല്ല, ഞാൻ വോക്കൽ പഠിച്ചതാണ്, സംഗീതം പഠിച്ചതാണെങ്കിലും എന്റെ വിഷയം അതല്ലായിരുന്നു, ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പാടുന്നില്ല, ഞാൻ പറയാണ്. മിഴിയേതും അറിയാതെ അങ്കുലി സ്പർശനെ എന്ന് പറഞ്ഞ ഞാൻ കണ്ടു കാണാതെ മഹാനായ ഡോക്ടർ ലൂയി ബ്രെയിൽ ആവിഷ്കാരം ചെയ്ത ബ്രെയിൽ ലിപിയിലൂടെ കർത്താവിന്റെ വചനം വായിച്ചപ്പോ അതാണ്: മിഴിയേതും അറിയാതെ അങ്കുലി സ്പർശനെ വേദം അറിഞ്ഞൊരു നേരമതിൽ ആദി അകന്നന്റെ വേദന മാഞ്ഞുപോയി ആത്മനാഥ അങ്ങേ കണ്ട നേരം എന്ന് ഞാൻ പിന്നീട് എഴുതിയത്. അതെന്താ? എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ആ കാഴ്ചയാണ്. അടുത്ത ലൈൻ ഇങ്ങനെയാണ്: നേത്രമറിഞ്ഞില്ല ശ്രാത്രമറിഞ്ഞില്ല ഒരു നരമാനസം കണ്ടതില്ല. നേത്രം കണ്ണ്, ശ്രാത്രം ചെവി, ശ്രോതാവ് ശ്രദ്ധ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ശ്രാത്രം എന്നൊരു വാക്കുണ്ട്, ചെവി. അത് പൊതുവെ അങ്ങനെ എല്ലാവർക്കും അറിയില്ലായിരിക്കും. ശബ്ദധാരാവലിയും അതുപോലെ തന്നെ ഇതൊക്കെ അമരകോശമൊക്കെ വായിക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും. മലയാളം നിഘണ്ടുവിന് വായിക്കാം. ഞാൻ അങ്ങനെയാണ് അത് വായിച്ചറിയുന്നത്. അപ്പോ നേത്രമറിഞ്ഞില്ല ശ്രോത്രമറിഞ്ഞില്ല ഒരു നരമാനസം കണ്ടതില്ല. നാഥനൊരുക്കുന്ന ആത്മീയ നന്മയുടെ ആഴം അറിയുന്നത് എത്ര തന്നെ, ആഴം അറിയുന്നത് എത്ര ശ്രേഷ്ഠം എന്നെഴുതാൻ കാരണം ഞാൻ ആ ചെറിയ പ്രായത്തിൽ 13-12 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ട യേശുവിന്റെ ക്രൂശ രൂപം എന്നെ കൊണ്ട് അത് എഴുതിക്കാനും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എഴുതി സാക്ഷ്യം പറയാനും കാരണം. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചു. ഒന്നും അറിയില്ല. അവരെല്ലാം എന്നെ, ആ അച്ചായൻ 3 പ്രാവശ്യം ദൂരെ 7 കിലോമീറ്റർ അടുത്ത ദൂരമുണ്ട്, അവിടെ ഒറ്റത്തടി പാലം കടന്ന് വരമ്പിലൂടെ കൈപിടിച്ച് നടത്തി വലിയ കുന്ന് കയറി പിന്നെ ഇറക്കമോ മലയെ ഇറങ്ങുക. അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ പൊക്കെയാണ്. എൻ്റെ കയ്യെ പിടിച്ചോണ്ട് ഇങ്ങനെ ഇറങ്ങും. അങ്ങനെ എന്നിട്ട് പെരിയാറിന്റെ അടുത്ത് ചെല്ലും. സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി ചെന്ന് താഴെ ഇറങ്ങി തൂണിയെ കയറും. അച്ഛൻ കയ്യെ പിടിച്ച് എന്നെ തൂണിയെ കെട്ടി കൊണ്ടുപോകും. അങ്ങനെ 3 പ്രാവശ്യം ഒരു സഭയെ കൊണ്ടുപോയി. IPCയുടെ സഭയാണ് അവിടെ. ഇപ്പോൾ IPC സഭയെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി 3-ാം പ്രാവശ്യം കഴിഞ്ഞപ്പോ അച്ചായന് ഒരാട് ബൈബിൾ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. അച്ചായൻ പോയി. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്റെ കൈക്ക് പിടിക്കും, നടത്തും, സൂക്ഷിക്കും, സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്ന് ഞായറാഴ്ച ഇന്ന് എങ്ങനെയാ സഭയെ പോകുന്നത്? എനിക്ക് അടുത്ത വീട്ടിൽ പോരിച്ച് ദൂരെയുള്ള വീട്ടിലും തന്നെ കുളിക്കാൻ പോകാനായിട്ടും അറിയില്ല. എന്നെ ആരും കൊണ്ടുപോകണം. ഞാൻ എന്ത് ചെയ്യണം വിചാരിച്ചു രാവിലെ. അപ്പൊ എന്നോട് ആരോ പറയുന്ന പോലെ അപ്പോഴേ ഞാൻ കേട്ട ശബ്ദം, കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവരുടെ വീട്ടിൽ കിടന്ന ശബ്ദം, കേട്ട ശബ്ദം, എഴുന്നേൽക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ ദൂരെ എന്നെ കുളിക്കാനായിട്ട് ചേച്ചിമാരും കുട്ടികളെ കൊണ്ടുപോകുന്ന തൂട്ടിലേക്ക് പോയി. തന്നെ പോയി കുളിച്ചിട്ട് തിരിച്ചു വന്നു. നല്ല ഒഴുക്കുള്ള വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ എങ്ങും വീഴാതെ തിരിച്ചു വന്നു. ആരാണ് എന്റെ കൈ പിടിച്ച് നടത്തിയത് എന്തൊന്നും അറിയില്ല. എനിക്കിപ്പം മനസ്സിലായിട്ടുണ്ട് അതൊക്കെ ദൈവം തന്നെയാണ്. അങ്ങനെ ഞാൻ തന്നെ നടന്നു. അന്ന് ഞാൻ ഈ ഒറ്റത്തടി പാലം കയറി വറച്ച് അക്കരെ എത്തി. എന്നിട്ട് വരമ്പിലൂടെ പതുക്കെ നടന്നു ചെന്ന് കയറ്റം കയറി താഴോട്ട് മല ഇറങ്ങി ഇപ്പുറത്തും പൊക്കെയാ, പാറക്കെട്ട, അതിലേക്ക് വീണ മരിച്ചു പോകും. അങ്ങനെ ഒന്നും സംഭവിക്കാതെ താഴെ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നപ്പോ തോണിക്കാരൻ എന്റെ കൈ പിടിച്ച് തോണിയെ കയറ്റി. എന്നിട്ട് അക്കരെ എത്തിച്ചപ്പോ തോണിക്കാരൻ പിടിച്ച് എന്നെ കൈക്ക് പിടിച്ച് കരയിലിറക്കി. തോണിക്കാരൻ കരയിലിറക്കിയപ്പോ ദൈവം എന്റെ കൈക്ക് പിടിച്ചു ആ ചർച്ചയ്ക്ക് പോയി.
തന്നെ. അന്ന് ആ പാസ്റ്റർ പറഞ്ഞ വാക്ക് ഞാൻ കുരുടന്മാർ അവർ അറിയാത്ത വഴികളിൽ ദൈവം നടത്തുന്നു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ദൈവം കൈക്കും പിടിക്കും, നടത്തും, സംരക്ഷിക്കും, സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ അനുഭവം ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. അന്ന് മുതൽ ഞാൻ തനിയെ നടക്കാൻ തുടങ്ങി. ഞാൻ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ തന്നെ പോയിട്ടുണ്ട്, തന്നെ വന്നിട്ടുണ്ട്. അവിടെ എല്ലാം പോയത് പലപ്പോഴും തനിച്ചാണ്. ചിലപ്പോഴൊക്കെ എന്റെ കൂടെ ആളുകളുണ്ടാവും. എന്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ കൂടെ വന്നിട്ടുണ്ട്, ചിലരൊക്കെ കൂടെ വന്നിട്ടുണ്ട്. ഇല്ലാതെയും ഞാൻ തന്നെ വലിയ പട്ടണങ്ങളിൽ, നഗരങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, മദ്രാസിലൊക്കെ തന്നെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് എങ്ങനെ ചെല്ലാൻ അറിയുന്നറിയില്ല, പക്ഷേ എന്റെ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു യേശുവാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഒന്നറിഞ്ഞാൽ മതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എത്രയോ പേര് തന്നെ കാഴ്ചയില്ലാത്ത സഞ്ചരിക്കുന്നു. അവർക്കൊന്നും ബസ് ആക്സിഡന്റോ കാർ ആക്സിഡന്റോ ഉണ്ടാകുന്നില്ല. കാഴ്ചയുള്ളവർക്ക് ഒത്തിരി പേര് ട്രെയിൻ ആക്സിഡന്റ്, ബസ് ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കാഴ്ചയില്ലാത്തതിനെ പറ്റി ഒത്തിരി അപകടങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ അവരൊക്കെ തന്നെ സഞ്ചരിക്കുന്നവരാ. എനിക്കറിയാം, ഒറീസയിൽ നിന്നൊക്കെ തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്ന സഹോദരിമാര് പോലും ഉണ്ട് കാഴ്ചയില്ല, ടോട്ടലി സൈറ്റ്ലെസ് ആയിട്ടുള്ള. അതുപോലെ ദൂരെ എറണാകുളത്തൊക്കെ എത്ര 3-4 വണ്ടി കയറി ബാക്കിംഗ് റിപ്പോർട്ട് പരിശോധിച്ച് റോഡ് പാസ് ചെയ്ത് പോയി സ്പൈസസ് ബോർഡിലും പിന്നെ MRIയിലും ഒക്കെ ജോലി ചെയ്യുന്ന കാഴ്ചയില്ലാത്ത സൗകര്യമാരെ എനിക്കറിയാം, സൗകര്യമാരെയൊക്കെ അറിയാം. അങ്ങനെയൊക്കെ നടത്തിയിട്ട് അവർക്ക് ഒരു അപകടവും വരുന്നില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ സെലക്റ്റഡായ ഞാൻ, ദൈവത്താൽ വിളിക്കപ്പെട്ടവനായ ഞാൻ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്വമല്ല, ദൈവത്തിന്റെ നീതി. ഏത് മനുഷ്യനെ ആരെ എങ്ങനെ സൃഷ്ടിച്ചുവോ അതിലധികമായി പരിപാലിക്കാൻ, സൂക്ഷിക്കാൻ ദൈവം കാണിക്കുന്ന ആ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് യാതൊന്നും ഭയപ്പെടേണ്ട വിചാരിച്ച് ഞാൻ തന്നെ അന്ന് മുതൽ, ഞാൻ ആ പറഞ്ഞ ചെറിയ പ്രായം മുതൽ ഇന്ന് വരെ തനിയെ സഞ്ചരിക്കുന്നു, നടക്കുന്നുണ്ട്. ദൈവം എന്നെ നടത്തും. ഇനി അങ്ങനെ ഞാൻ 12 വയസ്സുള്ള സമയത്താണ് അവസാനിച്ചത്. ഒരു ഓർഡർ തെറ്റിയെന്ന് തോന്നില്ല, കാരണം ഇടയ്ക്ക് കുറച്ച് കാര്യം പറഞ്ഞതേ ഉള്ളൂ, പിന്നീടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആ സമയത്ത് ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാരൻ എന്ന് ചിന്തിക്കുന്നത് വളരെ സത്യമായ കാര്യമാണ്. ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ പിശാച് പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ വിശ്വാസം. അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരു യഥാർത്ഥം വിചാരിക്കേണ്ട കേട്ടോ. അതിന്റെ അർത്ഥം അതുപോലും ദൈവത്തിന് വിധേയമായി നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വരും എന്നാണ്. എന്ന് പറഞ്ഞാൽ വരുന്നവരാരും പിശാചാന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അത്രമാത്രം അതുപോലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നന്മ വരും, അത്ര ചിന്തിച്ചാൽ മതി. അപ്പോ എന്റെ ചേച്ചി ഒക്കെ എന്നെ ഓർത്തു എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ എന്റെ പഠനം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു ഇടയ്ക്ക്. അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു സുഹൃത്തിനെ ഒരു ദിവസം പരിചയപ്പെടാൻ പറ്റി. എനിക്ക് ചെറുതായിട്ട് പാടാനും താളം പഠിക്കാനും ഒക്കെ കഴിവുണ്ടെന്ന് മനസ്സിലാക്കി ഒരു ബ്രദർ എന്റെ അടുത്ത് വന്നു. അതേ ഒരു ബന്ധുക്കൂസുകാരനായിരുന്നു. എന്നോട് ചോദിച്ചു, പിന്നെ എങ്ങനെയാ? ഞാനും പറഞ്ഞു, ബ്രദറെ, ഞാൻ രക്ഷിക്കപ്പെട്ടയാളാ. എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ അവിടെ ഒരു അയറേഞ്ചിലൊരു സഭയിൽ പോയി 4 പ്രാവശ്യം. അപ്പൊ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു, അവരൊക്കെ സ്നാനപ്രൂവാന്ന് പറഞ്ഞു. സ്നാനം എന്താണെന്ന് അറിയത്തില്ല, രക്ഷ എന്താണെന്ന് അറിയത്തില്ല. എന്നോട് അവര് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ സ്നാനപ്രൂവ് പറഞ്ഞു. എനിക്ക് ഇന്നും അന്നും ബോധ്യമുണ്ട് ഞാൻ ചെയ്തത് ശരിയാണെന്ന് തന്നെ അറിയാനും. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് കുറ്റബോധമില്ല, പക്ഷെ വേണ്ട പോലെ അറിവില്ലാതെയാണ് അത് ചെയ്തതെന്ന് എനിക്കറിയാൻ. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാനൊരു അഡ്രസ്സ് തരാമെന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ ആലുവ ബ്ലൈൻഡ് സ്കൂളിലെ നമ്പർ തന്നത്. അപ്പൊ എന്തായാലും പോട്ടെ, അതൊക്കെ ഞാൻ എന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞു. എന്റെ വിദ്യാഭ്യാസമോ അറിവോ പഠനമോ അല്ല ഇവിടുത്തെ വിഷയം. യേശു എന്ത് ചെയ്തു, യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, യേശു എങ്ങനെ നടത്തുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ആ 13 വയസ്സില് മുതല് വീട്ടിലായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, അത്യാവശ്യം വിദ്യാഭ്യാസം സമ്പാദിക്കാൻ കഴിഞ്ഞു. ഒരു കലാകാരനായി. ഓൾ ഇന്ത്യ റേഡിയോയിലെ 2nd ഗ്രേഡ് ആർട്ടിസ്റ്റായി 1988 ബാച്ചില് 1988 ബാച്ചില് ടെലഫോൺ ഓപ്പറേറ്റിംഗ് പഠിക്കാനിടയായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. കലാപരമായ ചില കഴിവുകൾ അഭ്യസിച്ചു. കേരളത്തിന്റെ ഇന്ത്യയുടെയും പ്രധാന സ്ഥലത്തെല്ലാം വലിയ പ്രോഗ്രാം, പ്രൊഫഷണൽ പ്രോഗ്രാം, കാഴ്ചയില്ലാത്ത ആണെന്നുള്ള നിലയ്ക്കല്ല, പ്രൊഫഷണൽ ആർട്ടിസ്റ്റുമാർ, ഇന്നത്തെ അറിയപ്പെടുന്ന പിന്നണി ആർട്ടിസ്റ്റുമാരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഗാനമേളയ്ക്കും നാടകത്തിനും ഒക്കെ ഞാൻ പോവുമായിരുന്നു. അങ്ങനെ പിന്നെ ആയി കോഴിക്കോട് സെറ്റിൽ ചെയ്ത, കൊച്ചിയിലൊക്കെ സെറ്റിൽ ചെയ്ത് ഗാനമേളയ്ക്ക് വായിക്കാൻ തുടങ്ങി. അത്യാവശ്യം വിദ്യാഭ്യാസം പ്രാപിച്ചു, എനിക്കൊരു ജോലി സമ്പാദിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ സ്ഥലമെല്ലാം നശിക്കപ്പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അല്പം താമസിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഇടുക്കി പ്രോജക്റ്റിന് വേണ്ടി ഇറക്ക് വിട്ടുപോയി.
അപ്പൊ അവര് കുറച്ച് ഗവൺമെന്റിന് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് തന്നു. അപ്പൊ അവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം അവിടെ തന്ന് വിറ്റിട്ട് വേറെ കുറച്ച് കൂടുതൽ വാങ്ങിച്ചു ഞങ്ങൾ. അങ്ങനെ അത്യാവശ്യം സ്ഥലവും ഒരു ചെറിയ വീടും ഒക്കെ തന്നെ ആ സമയം കൊണ്ട്. ഞാൻ പറഞ്ഞല്ലോ 12 വയസ്സ് 13 വയസ്സുള്ള കാര്യം മുതൽ പറഞ്ഞത്. പിന്നെ ഞാൻ പറയുന്നത് കാര്യങ്ങള് ഞാൻ കലാകാരനായി നടന്ന കാര്യവും ഒക്കെയാണ്. ആ സമയത്ത് ഞാനുള്ള സത്യം പറഞ്ഞു, ഞാൻ വിശ്വാസത്തിന് പുറകോട്ട് പോയി. പക്ഷെ യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടില്ല. കാര്യം ഞാൻ ചെറിയ പ്രായത്തിൽ കണ്ട പ്രകാശം, ചെറിയ പ്രായത്തിൽ കണ്ട സൂര്യന്റെ വെളിച്ചം, ക്രൂശിത രൂപം, ഇമ്പകരമായ ശബ്ദം, ഇത് മാത്രം ഞാൻ പറഞ്ഞില്ല. എത്രയോ അമ്പലങ്ങളിൽ വിശുദ്ധങ്ങളായ അമ്പലത്തിലൊക്കെ പോകും, പ്രോഗ്രാമിന് പോകും, എല്ലാവരും കയറി തൊഴും. അപ്പൊ ഞാൻ തൊഴുകയല്ല. അപ്പൊ എന്നോട് ചോദിക്കും എന്താ? ഞാൻ പറയുന്നത് ദേവനാവിടെ ദേവിയാവെന്നുള്ളത് എനിക്ക് അറിയത്തില്ല, ഞാൻ എന്തിനാ തൊഴുന്നേ? അവരെന്നെ കാണിച്ചു തരുവാണെങ്കിൽ തൊഴാമെന്ന് പറയും. എന്തായാലും അങ്ങനെ സുഹൃത്തുക്കളുടെ അടുത്ത് രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒന്നും പ്രാപിക്കാൻ കഴിയുന്നില്ല. നല്ലൊരു കലാകാരനാവണമെന്ന് വിചാരിച്ചു, അതെനിക്ക് ആകാൻ പറ്റി, പക്ഷെ അത് തുടരാൻ പറ്റത്തില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് തബലയാണ്. അത് ഒരു ഗാനാണിക്ക് വായിക്കണം 5-8 തബല വേണം, കാരണം പല സ്കെയിലാണ്. ഇതൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അവർക്ക് തരാനും ബുദ്ധിമുട്ടാണ്. അതൊന്നാണ്. അപ്പൊ പിന്നെ മാത്രമല്ല, എല്ലാവർക്കും കാഴ്ചയുണ്ട്, എല്ലാവരും സന്തോഷിക്കുന്നു, എല്ലാവരും തമാശ പറയുന്നു, എല്ലാവരും ഓടിച്ച് സഞ്ചരിക്കുന്നു. അന്നേരം എനിക്കൊന്നും കഴിയുന്നില്ല. എനിക്കൊരു നിരാശ പോലെ എന്നെ ഭരിച്ചു. അങ്ങനെ എല്ലാവരും തമ്മിൽ സംസാരിക്കുന്നു, സൗകര്യമാരായാലും എല്ലാവരും അങ്ങോട്ട് വേണ്ടി രോഗിയും സ്നേഹവും ഒക്കെ കാണിക്കുന്നുണ്ട്. എന്നെ അടുത്ത് വന്ന് മാഷെന്ന് വിളിച്ച് എന്നോട് രോഗിയും പറയുന്നവരുണ്ടെങ്കിലും പതിയും പേരും വിട്ടുകയില്ല. പക്ഷെ എന്റെ വായന എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം അതുപോലെ വായിക്കുന്നവരില്ലെന്നാണ് നമുക്ക് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് മാത്രം എന്നെ കൊണ്ടുവന്നതാണ്. പക്ഷെ എനിക്കത് മനസ്സിലായി, എന്റെ കാഴ്ചയില്ലായ്മ എനിക്കൊരു പ്രശ്നം തന്നെയാണ്. എന്റെ പരിമിതി, എനിക്ക് പരിമിതിയിലെ സ്വാധീനത ഉപയോഗിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന ചിന്ത. അങ്ങനെ നിരാശനായി. ആ സമയത്ത് ഞാൻ വിശ്വാസമാർഗത്തിൽ പിന്മാറി പോയെന്ന് പറഞ്ഞേക്കും. ആ സമയത്ത് എനിക്ക് ഒത്തിരി അപകടങ്ങളുണ്ട്. അത് എന്തൊക്കെയാ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരിക്കലും ഒരു ട്രെയിൻ അപകടം ഉണ്ടായി. റെയിൽവേ പാലത്തിലൂടെ ഞങ്ങൾ കിടക്കുക. ചില സഹോദരിമാരുണ്ട്. ഞങ്ങളെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് വരുന്ന സമയത്താണ് ഈ കയറി നിൽക്കാൻ സംവിധാനം കൂടിയില്ലാത്തൊരു റെയിൽവേ പാലമാണ്. പകുതി ആയപ്പോൾ തന്നെ പറഞ്ഞു, ദൂരെ നിന്ന് വണ്ടി വരുന്ന ശബ്ദം കേട്ടു. അപ്പൊ എന്നോട് കൂടെ ഉള്ള ആളുകൾ പറഞ്ഞു, വണ്ടി അടുത്ത് വരുവാണെങ്കിൽ പുഴയിലേക്ക് ചാടണം. ഞങ്ങൾ ചാടുമ്പോ ഞങ്ങളുടെ കൂടെ ചാടണം. ഞാൻ പറഞ്ഞത് പുഴയിൽ ചാടിയാലും മരിക്കും, വണ്ടി വന്നാലും ഞാൻ മരിക്കുന്നുള്ള ഉറപ്പാ. അതുകൊണ്ട് നിങ്ങൾ ചാടിക്കൂ. ഞാൻ വണ്ടി വന്നപ്പം അങ്ങനെ നിന്നോളാം. എനിക്ക് ഏതായാലും ജീവിക്കണമെന്ന് വലിയ താല്പര്യം ഇല്ലാത്ത ആളാ, അതുകൊണ്ട് നിങ്ങളെല്ലാം രക്ഷപ്പെട്ടോളാം പറഞ്ഞു. അങ്ങനെ ആ ട്രെയിൻ ഞാൻ ഓരോ റെയിൽസിലൂടെ കാലെത്തിച്ച് പാലം കടന്ന് ഒരു പോസ്റ്റെ പിടിക്കുന്ന സമയത്ത് വണ്ടി വന്നു പാസ് ചെയ്ത് പോയി. എന്നെ കർത്താവ് പൂർണ്ണമായി സൂക്ഷിച്ചു, സംരക്ഷിച്ചു, സഹായിച്ചു. പല അനർത്ഥങ്ങളിൽ കർത്താവ് വിടുവിച്ച കാര്യമാണ്. ഇനി ഞാനും മറ്റൊരു കാഴ്ചയില്ലാത്ത ആളും കൂടെ പോകുന്ന സമയത്ത് ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് കമ്പി പൊട്ടി താഴെ വീണു. ഞങ്ങളുടെ കാല് താട്ടി കമ്പിയിൽ ചെറുതായിട്ട് പാസ് ചെയ്തു, കറണ്ട് പാസ് ചെയ്തു. പുറകോട്ട് എടുത്തെറിയുന്ന പോലെ എന്തോ ഒരു മാറ്റം ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങളുടെ കയ്യിലിരുന്ന ബാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് പരിശോധിച്ചപ്പോൾ കമ്പിയാന്ന് മനസ്സിലായി. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. രാത്രി ഒരു 11:45 ഈ സംഭവം. ഞങ്ങൾ എവിടെയോ പോയിട്ട് വരുമായിരുന്നു. അയാൾക്കും പൂർണ്ണമായി കാഴ്ചയില്ല. എന്റെ സീനിയറായിട്ട് പഠിച്ച ആളാണ്, വിജയൻ എന്ന് പറയും. അയാൾ കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോ ആരോ വന്ന് ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറയാം. അതൊക്കെ ദൈവം അയച്ച് രക്ഷിച്ചതാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് അന്ന് മരിക്കായിരുന്നു. രണ്ടുപേർക്കും ഒന്നിച്ച് വേണമെങ്കിൽ അന്ന് ഇലക്ട്രിക് ഷോക്കിൽ മരിക്കാവുന്നതാണ്. ദൈവം എന്നെ പിടിപ്പിച്ചു. അങ്ങനെ എത്രയോ അപകടങ്ങളാണ്. ഞാൻ അന്ന് ഈ ബ്രദർ മിഷൻ സൊസൈറ്റിയുടെ കൂടെ എന്നെ അവര് തബല വായിക്കാൻ കൊണ്ടുപോയി. ഒരിക്കലും ട്രൈബൽ സെറ്റിൽമെന്റിൽ സുവിശേഷ പ്രവർത്തനം കഴിഞ്ഞതാണ് മടങ്ങി വരുന്ന സമയത്ത് കാട്ടാനക്കൂട്ടത്തിലൂടെ വരുന്ന വലിയ ഘോര വനത്തിലൂടെ വരുന്നത് കുറെ കാട്ടാന ഞങ്ങൾ അടുത്ത് വന്ന് കയറുക, ആന ഒന്നിച്ച് അലറുക ചെയ്യും. അപ്പോഴാ മനസ്സിലായത് ഞങ്ങൾ ആനക്കൂട്ടത്തിന്റെ കയ്യിൽ പെട്ടു. ഞങ്ങളുടെ കയ്യിൽ ഈ പെട്രോമാക്സുണ്ട്, പിന്നെ ഒരു തരം പന്തം കത്തി പുല്ലുണ്ട്. അതൊക്കെ പന്തം കത്തിച്ചാലും ആനയ്ക്കറിയാം അതിനോട് എത്ര നിമിഷം. അത് കഴിഞ്ഞ് ആനയ്ക്ക് ഞങ്ങളെ ആക്രമിക്കാമെന്നറിയാം. രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ശബ്ദം കേൾപ്പിച്ച് പിടിക്കുക. ചിലരൊക്കെ എണ്ണി നോക്കി, പെട്രോൾ മാക്സിന്റെ മറ്റു ടോർച്ചിന്റെ സഹായത്തിൽ എണ്ണി നോക്കി. അപ്പൊ അവര് പറഞ്ഞു, കൃഷ്ണകുമാറിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല, ഇതിനകത്ത് പല പ്രസിദ്ധന്മാരും ഉണ്ട്, അവരുടെ പേര് ഞാനിപ്പോ പറയുന്നില്ല, അവരൊക്കെ ഇന്നുമുണ്ട്. അതിൽ ഒരാളെ എനിക്കറിയാവുന്ന മരിച്ചു പോയിട്ടുണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഇന്നുമുണ്ട്. അപ്പോ അവരൊക്കെ പ്രസിദ്ധരാണ്, അതുകൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. അപ്പൊ അവരെല്ലാം കൂടി മരത്തേക്ക് ആശ്രയിച്ചു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ കുര്യൻ, അയാൾ എന്റെ കൈക്ക് പിടിച്ചിട്ട്, ഞങ്ങൾ രണ്ടും വലിയ സ്നേഹിതർ. അയാൾ ഹാർമോണിയം വായിക്കുന്നത്, അക്കോർഡിയനം വായിക്കുന്നത്, ഞാൻ തബല വായിക്കുന്നു.
വേറൊരു തമിഴൻ അച്ചായന് വയലിൻ, ഗിറ്റാർ പിന്നെ അങ്ങനെയൊക്കെയാണ് എല്ലാവരും പോകുന്നത്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ കുര്യന്റെ കൈക്ക് പിടിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് പിടിപ്പിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാതിരാത്രിയിൽ കാട്ടാനക്കൂട്ടത്തിൽ ഞങ്ങളെ വിടുവിക്കണം എന്ന് പറഞ്ഞപ്പം ആരെ ഒന്നിച്ച് അലറിക്കൊണ്ട് രണ്ട് സൈഡിൽ കാട് ഇളക്കി മറിച്ച് ഒടിച്ചുകൊണ്ട് പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. ആനയുടെ കാൽപാത കാലിങ്ങനെ തറയെ ചവിട്ടുന്ന കേട്ടതാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമ്മുടെ കർത്താവ് തമ്പുരാൻ ആരെ ഏത് നിലയിൽ എങ്ങനെ സൃഷ്ടിച്ചുവോ അതിലധികമായി പരിപാലിക്കാൻ സൂക്ഷിക്കാൻ ശക്തനാണ്. ഞാൻ പറഞ്ഞത് എന്റെ ബാല്യകാലത്തിൽ കടന്നു വന്ന കാര്യവും വിശ്വാസ മാർഗത്തിൽ നിന്ന് പറഞ്ഞുപോയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഞാന് ഒത്തിരി ആക്സിഡന്റ്, എല്ലാം പറയുന്നില്ല. ഒരിക്കലും ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. വണ്ടിക്ക് കംപ്ലൈന്റ് പറ്റി, ഞങ്ങൾക്ക് പറ്റിയില്ല. ആ റാന്നിക്ക് സമീപം ഒരു ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് ആ ബ്രേക്ക് എങ്ങനെയോ ഇടിപ്പിച്ചാണോ ചേർത്ത് നിർത്തി വണ്ടി ഡ്രൈവർ നിർത്തിയിട്ട് പറഞ്ഞു ബ്രേക്ക് പോയി. ഞങ്ങൾക്ക് പ്രോഗ്രാം സ്ഥലത്ത് എത്തണം. അപ്പൊ ദൂരെ നിന്ന് ഒരു കൺവെൻഷൻ ഇങ്ങനെ കേൾക്കും, വളരെ ദൂരെ. അപ്പൊ കാണാനൊന്നും പറ്റില്ല, വളരെ കിലോമീറ്റർ ദൂരെയാണെന്നാ പറയുന്നത്. ഒരു മലയുടെ മുകളിൽ നിന്ന് ആ ശബ്ദം ഇങ്ങനെ വരുന്നത്. എന്നിട്ട് അദ്ദേഹം വിളിച്ച് പ്രസംഗിക്കുന്നതാണ് പറയാ, നീ ഏത് കൃഷ്ണകുമാറായാലും, ഏത് കലാകാരനായാലും, ഏത് കാറ്റഗറിയിൽപ്പെട്ടയാളായാലും നിന്നെ എന്റെ നാമത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവനാണ്, നീ എനിക്കുള്ളവൻ എന്നൊക്കെ പറയും. അപ്പോ ഞാൻ അത് ശ്രദ്ധിച്ചു. ആരാ, എന്നെ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, എന്റെ കാര്യമായിരിക്കില്ല എന്ന് പറയും. പക്ഷെ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല, എന്നോടാ പറയുന്നത്. അങ്ങനെ ഒത്തിരി അപകടങ്ങൾ, ഒത്തിരി ആക്സിഡന്റ്. ഞാൻ ഒരിക്കൽ കുളിക്കാൻ പോയി. ആ വലിയ തോടാണ്, 6 സമാനമായ തോടാണ്. അവിടെ കുളിച്ചുകൊണ്ടിരിക്കും ഒരു തടി വന്ന് എന്നെ ഇടിച്ചു. തടിയാണെന്ന് ഞാൻ വിചാരിച്ചു. തൊട്ട് നോക്കിയപ്പോ കൈ പെട്ടെന്ന് ഒരു കർഷണം പോലെ തോന്നി. അപ്പൊ താഴെ നിന്ന് കുളിച്ചുകൊണ്ട് ദേശീയമാരൊക്കെ അലറി, അത് ഈ മലമ്പാമ്പാണെന്ന് പറഞ്ഞു. ആയിരുന്നു. എന്നെ ഒന്നും ചെയ്തില്ലല്ലോ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എല്ലാം സംഭവിച്ചോ, അത് കയറി ചുറ്റിയിരുന്നെങ്കിൽ മരണം വരുമായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവം, ഞാൻ പറഞ്ഞ ആരെ എങ്ങനെ സൃഷ്ടിച്ചുവോ, ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിൽ അവിടെ ഏത് വൈകല്യമുണ്ടെങ്കിൽ ദൈവത്തിന്റെ നീതി ഉപയോഗിച്ച് ദൈവം സഹായിക്കും. എനിക്ക് അന്ന് അത്ര വിശ്വാസമില്ലെങ്കിലും എനിക്ക് അന്ന് ബുദ്ധിമുട്ടു. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പ്രായത്തിൽ സ്നാനപ്പെട്ടു. എന്നിട്ട് കൃപയിൽ നിന്ന് പോയി നിൽക്കുന്ന സമയത്താണ് ഞാൻ കലാകാരനായതും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒത്തിരി അനുഭവം കഴിഞ്ഞ് 88 എന്റെ വിവാഹം കഴിഞ്ഞു. ചെറിയനാട് സ്വദേശിയാണ് എന്റെ ചേച്ചിയും എന്റെ വൈഫിന്റെ കുഞ്ഞമ്മയും. അവർ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയാണ് എനിക്ക് വിവാഹം വന്നത്. എന്റെ വൈഫിന്റെ പേര് ശാരദാ കൃഷ്ണകുമാർ, ശാരദയായിരുന്നു. ഞങ്ങള് പിന്നെ 2 പേരും രഹസ്യ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു, അവൻ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട്, അത്യാവശ്യം വീട്ടിലെ സ്ഥലമൊക്കെ ഉണ്ട്, ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ട്, അത് എനിക്കൊരു ആലോചന ഉണ്ടായിരുന്നു. അതെനിക്ക് ദൈവാലയം അറിയില്ല. പക്ഷേ എന്റെ കല്യാണം 89 ഫെബ്രുവരിയില് 23-ാം തീയതി എന്റെ വിവാഹം കഴിച്ചു. ഞാനൊരു സത്യം പറഞ്ഞു, നിങ്ങൾ ചിരിക്കൊന്നും ചെയ്യരുത്, ഞാൻ 3 കല്യാണം കഴിച്ചു. അതിന്റെ അർത്ഥം എന്താ അറിയാം, ഒരു പെണ്ണിനെ തന്നെയാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. പിന്നെ ഞാൻ നേരത്തെ പാസ്റ്ററോട് പറഞ്ഞിരുന്നു ഇങ്ങനെ. അപ്പം ഒരു ഓർഡർ ഞാനിങ്ങനെ വിശ്വാസത്തിൽ എനിക്ക് ഈ അപകടം ഉണ്ടായപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ അപകടം ഉണ്ടാകുന്നുണ്ട് പാസ്റ്റർ, എന്താണെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തായാലും താങ്കൾക്ക് നേരത്തെ ഒരു അനുഭവം ഉള്ളതല്ലേ, തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എന്നെ ഇനി ഏതെങ്കിലും ബന്ധുക്കൂസാൻ അംഗീകരിക്കുകയില്ല, എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പറ്റുകയില്ല, അങ്ങനെയൊന്നും എനിക്കിനി പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പാസ്വേഡ് ഇത് പറഞ്ഞിട്ട് ഞാൻ അന്നൊരു പ്രോഗ്രാമിന് പോയി, ഒരു നാടകത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു വീട്ടിൽ വിശ്രമിക്കുക, ഉറങ്ങുക. അവിടെ 2-3 സഹോദരിമാർ വന്നു. നമ്മുടെ ഗോസ്പൽ ഇൻ ആക്ഷന്റെ പ്രവർത്തകരാ സഹോദരിമാര്. അതിൽ പ്രധാനപ്പെട്ട അന്നത്തുള്ള പേര് LCN ബേബി, കാലിക്കറ്റാണ്, കോഴിക്കോടാണ്. അപ്പം അവര് അവിടെ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ആരുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കല്ലേ, സുവിശേഷം പറയല്ലേ, പാടല്ലേ എന്നൊക്കെ പറഞ്ഞു. അതെന്താ ചോദിച്ചു. അപ്പൊ ഇവിടെ ഞങ്ങളുടെ ഒരു മാഷ് ഇവിടെ ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, കാഴ്ചയില്ലേ, അങ്ങനെയാണ് ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് അവരവിടെ തന്നെ എഴുതി. അപ്പൊ അതേ എപ്പോ ഉണരുമെന്ന് അറിയില്ല. അപ്പൊ എപ്പോ ഉണർന്നാലും ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടേ എഴുതുന്നു.
എന്നിട്ട് ഞാൻ ഉണർന്ന് ഒക്കെ കഴുകി പുറത്തേക്ക് വന്നപ്പോ അവര് എഴുന്നേറ്റ് പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്നോട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുക. എന്നിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ പാവപരിഹാരത്തിന് വേണ്ടി യേശു മരിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ ഇത്, ഞാൻ കേട്ടിട്ടുള്ളതല്ലേ കുറച്ചൊക്കെ. 12 വയസ്സ് 13 വയസ്സുള്ളപ്പോ ഞാൻ ആ സ്നാനപ്പെട്ട ആളാ, രക്ഷിക്കപ്പെട്ട അവര് പറഞ്ഞന്ന് യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതുപോലെ പറഞ്ഞു. എങ്കിലും എന്റെ ആ കർത്താവിന്റെ കൂശു രൂപവും ശബ്ദവും ആ ചിത്രമൊക്കെ എന്നെ ശരിക്കും സ്പർശിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവാണ് സത്യദൈവം എന്ന് എനിക്കറിയാം. കാരണം ഞാൻ പ്രകാശം കാണുക, ശബ്ദം കേട്ടു, രൂപം കണ്ട ആളല്ലേ. ഇവർ പറയുന്നേക്കാൾ സത്യമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഇങ്ങനെ ചോദിച്ചു, സിസ്റ്ററേ, എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് ആ അച്ഛന്റെ അച്ഛൻ മുത്തച്ഛന്റെ കാലത്ത് അതിനു മുമ്പ് യേശു എനിക്ക് വേണ്ടി പാപപരിഹാർത്ഥമായി തീർന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം കൊണ്ടുവന്ന് നമുക്ക് വിശ്വാസത്തിൽ യുക്തിക്ക് എങ്ങനെയാണ് നിരക്കുന്നത്, എങ്ങനെ അത് വിശ്വാസം വരും എന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, തമിഴ്നാട്ടിലെ പാമ്പൻ പാലം പണിത് നമുക്ക് വേണ്ടിയാണോ? നമ്മൾ നടക്കത്തില്ലേ, നമ്മളെ ഓർത്താണോ എന്ന് ചോദിച്ചു. അല്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെ യുക്തിക്ക് നിരക്കും? എൽസി എന്നോട് പറഞ്ഞു, ഞാനൊരു മെഡിസിൻ വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വിശ്വാസ മാർഗത്തിൽ വരുന്നത്. വീടും നാട് ഉപേക്ഷിച്ച് വന്നതാണ് ഞാൻ. എനിക്കൊരു കാര്യം അറിയാം, ഞാനൊരു കാഴ്ചപ്പാട് കാണുന്നു. സാറ് ഒരു വലിയ മഹായോഗത്തിൽ പ്രസംഗിക്കുന്നു, ഞാൻ വന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മുമ്പാണ്. എന്നിട്ട് എന്റെ തലയിൽ കേൾക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് എൽസി എന്നോട് പറഞ്ഞു. അത് തന്നെ തക്ക തുണ തരും പറഞ്ഞു. എനിക്ക് തുണ എന്താണെന്ന് അറിയത്തില്ല. ആ എൽസിയാണ് എന്റെ 2ാം ജന്മത്തിന് കാരണമായി തീർന്ന ആ എൽസി. അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. ഒരിക്കൽ അവിടെ ഒരു കത്തയച്ചു, എൽസി എനിക്കൊരു കത്തയച്ചു വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഒരു മീറ്റിങ്ങിൽ ചെന്നപ്പോ എൽസി ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് എവിടെയോ മെഡിക്കൽ കോളേജിലാണ്. ആ എൽസി അയച്ചു തന്ന കത്തിനകത്ത് പറഞ്ഞിരുന്നു, എനിക്ക് താമസിക്കാതെ വിവാഹം വരും. എനിക്കൊരു ബോധ്യവുമില്ല. അങ്ങനെ 1989 ഞാനിപ്പോ പറഞ്ഞല്ലോ എന്റെ വിവാഹം കഴിച്ചു. ഞാൻ പറഞ്ഞില്ലേ 3 കല്യാണം കഴിച്ചു. ഒന്ന് എന്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച്, പിറ്റേ ദിവസം പിന്നെ ഞങ്ങളുടെ ഹൈറേഞ്ചിലെ ഞങ്ങളുടെ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ പള്ളിയിലെ ജോർജ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു. അന്ന് തന്നെ ഞങ്ങള് കട്ടപ്പന സബ് രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി ഒപ്പിട്ടു. കാരണം എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടാണ്, കാഴ്ചയില്ലാത്ത ആളല്ലേ, എന്തെങ്കിലും പ്രശ്നം വന്നാലോ, അതുകൊണ്ട് നിങ്ങൾ ലീഗലാണെങ്കിൽ പോലും ഒരു രജിസ്റ്റർ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനെ 89 എന്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ 22 അവള് മരിച്ചുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് 89 തന്നെ ഞാൻ ഞങ്ങളുടെ പാസ്റ്ററെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൽസി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് പാസ്റ്റർമാരെല്ലാം നമ്മളെ തിരക്കി നമ്മുടെ അടുത്ത് വരിക തന്നെ. എന്നിട്ട് എന്റെ അനുഭവങ്ങളൊക്കെ പറയുക. അന്നേരം എന്തായാലും എന്റെ വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ സ്നാനപ്പെട്ടതാണ്, അവളും സ്നാനപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യം വന്നില്ല. ഞാൻ പിന്നെ പറഞ്ഞു, എനിക്ക് ശരിയായ പ്രായമായപ്പോഴല്ല ഞാൻ ചെയ്തത്, അതുകൊണ്ട് കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പാസ്മാരൊക്കെ ചോദിച്ചപ്പോൾ അത് ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, എനിക്ക് ഇപ്പോഴും അത് നല്ല ഓർമ്മയാണ്, ആ വിശ്വാസമുണ്ട്, അത് ആവശ്യമാണെന്ന് എനിക്ക് അന്നും തോന്നി, ഇന്നും തോന്നി എന്ന് പറഞ്ഞു. അവരെന്നെ അംഗീകരിച്ചു. അങ്ങനെ ഞാൻ അന്ന് വിശ്വാസ മാർഗം സ്വീകരിച്ചു. അതിനുശേഷം ഒരിക്കലും ഒത്തിരി പ്രതിസന്ധി എന്റെ സ്വന്തം വീട്ടിൽ തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ വിശ്വാസ മാർഗത്തിന് വേണ്ടി ഇനി ബസ് സ്റ്റാൻഡിലോ കടത്തിണ്ണയിലോ പോയി ഇരുന്നാലും ഞങ്ങൾ ഇനി പുറകോട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നവനാണ്. അങ്ങനെ ഇറങ്ങി തിരിച്ച് അന്ന് ഞങ്ങള് 1990 എന്റെ ദൈവം എനിക്കൊരു പ്രകാശം തന്നു. ഞാന് ഒരു വൈകല്യമുള്ളവരെയും കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയാണ് സ്ഥാപിച്ചത്. ഗോസ്പൽ ഫോർ ദ ഡിസേബിൾഡ്, കാഴ്ചയില്ലാത്തവരെയും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സുവിശേഷം പറയുന്ന വൈകല്യമുള്ളവർ തന്നെ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. ആ പ്രവർത്തനം ഇന്നുമുണ്ട്, ഗോസ്പൽ ഫോർ ദ ഡിസേബിൾഡ്. ഞാൻ 10 വർഷം അതിന്റെ ആക്റ്റീവ് മെമ്പറായിരുന്നു. പിന്നീട് ഞാൻ മാറി. എന്തായാലും ഞാൻ അങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിച്ചു. 1994 ബ്ലസ് ഇന്ത്യ അഥവാ ബ്ലസ് വോയിസ് എന്നൊരു മിനിസ്ട്രി രൂപം കൊടുത്തു. ബ്രെയിലി ലെറ്റർ ഇവാഞ്ചലിസം സർവീസ് ഫോർ ദ സൈക്ലിസ്റ്റ്, അതാണ് ബ്ലസ്. അങ്ങനെ രൂപം കൊടുത്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. ഞങ്ങൾ ആദ്യം ഡിസേബിളിന് വേണ്ടി ഒരു വലിയ ക്യാമ്പ് നടത്തി. പഞ്ചായത്തിൽ നിന്ന് അവരുടെ വൈകല്യമുള്ളവരുടെ അഡ്രസ് പഞ്ചായത്തിൽ നിന്ന് താലൂക്കിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് പുല്ലാട് കേന്ദ്രമാക്കി അവിടെ നമ്മുടെ ഷിബു നെടുവേലി എന്ന് പറയുന്ന പാസ്റ്ററുടെ വീടിന്റെ അടുത്ത് അവിടെ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഒരു വലിയ കൺവെൻഷനും വൈകല്യമുള്ളവരെയും അല്ലാത്തവരെയും പിടിച്ചൊരു വലിയ കൺവെൻഷൻ നടത്തി. അന്ന്
ഇവിടെ TS അബ്രഹാം, അങ്ങനെ MV ചാക്കോ സാറ്, വേറെ ചർച്ച കൂടിന്റെ ഒരു പാസ്റ്റർ സണ്ണി അബ്രഹാം, ഏതോ ഒരു പാസ്റ്റർ, അവരൊക്കെ ഉള്ളപ്പോൾ ഞാൻ TS അബ്രഹാമിനെ MV ചാക്കോ സാറിനെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ തന്നെ നിന്ന്. ഈ പ്രവർത്തന ഭാഗമായിട്ട് അവർ വന്നതാ ആശംസ പറയാൻ. അപ്പൊ ദൂരെ നിന്നൊരു സൗകര്യം എന്നെ വീക്ഷിക്കുന്നുണ്ടെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ആ മീറ്റിംഗ് കഴിഞ്ഞ കൂടി വന്നു എന്നോട് ചോദിച്ചു, എന്നെ മനസ്സിലായോ? ഞാനാണ് എൽസി ബേബി. ഞാനന്ന് പ്രാർത്ഥിച്ച വിഷയം പറഞ്ഞ ഓർമ്മയുണ്ടോ? സാറ് മഹായോഗത്തിൽ പ്രസിദ്ധന്മാരുടെ കൂടെ നിന്ന് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, കാണുന്നു എന്ന് പറഞ്ഞില്ലേ? അതിന്റെ സാക്ഷാത്കാരമായി ഇന്ന് സംഭവിച്ചത്. രാവിലെ ഞാൻ നേപ്പാളിന് പോവുക, എന്നെ വന്ന് പ്രാർത്ഥിച്ചയക്കണം പറഞ്ഞു. ഞാനും വൈഫോട് ചെന്ന് അവളെ പ്രാർത്ഥിച്ച് നേപ്പാളിൽ അയച്ചു. അവള് പറഞ്ഞ് ഞാനൊരു പക്ഷെ തിരിച്ചു വരില്ല, കാരണം അവിടെ ഹൈന്ദവരുടെ നാടാണ്, രാജ്യമാണ്, എന്നെ ചിലപ്പോൾ അവർ കൊന്നെന്ന് വരാം സൂചനത്തിന് വേണ്ടി, എന്നാലും പ്രശ്നമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറഞ്ഞ് ഞാൻ അവളെ പ്രാർത്ഥിച്ചയച്ചു. ഞാൻ പിന്നീട് നേപ്പാളിൽ ചെന്നപ്പോൾ എൽസിയെ അന്വേഷിച്ചു. പക്ഷെ അവിടെ എൽസി എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അവരിപ്പോ എവിടെയെന്ന് അറിയില്ല എന്നൊരു റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. എന്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എന്റെ സാക്ഷ്യം എൽസി കേട്ടാൽ എന്റെ പാസ്വേഡ് നമ്പർ വാങ്ങിച്ച് എന്നെ വിളിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ പ്രവർത്തനം തുടങ്ങിയത്. അങ്ങനെ ഞാൻ ആദ്യം ആരംഭിച്ച പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ, ഗോസ്പൽ ഫോർ ദ ഡിസേബിൾഡ്. രണ്ടാമത് തുടങ്ങിയത് പ്ലസ് വോയിസ്, കാഴ്ചയില്ലാത്തവർക്ക് ബ്രെയിൽ ലിപിയിൽ എന്റെ അനുഭവ സാക്ഷ്യവും ലേഖകളും തയ്യാറാക്കി അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് ഞാൻ ആദ്യം ആരംഭിച്ചത്. അതിലൂടെ എന്റെ ഒരു സുഹൃത്തിന് വിജയൻ എന്ന് പറഞ്ഞ ഒരു സീനിയർ ഫ്രണ്ടിന് ഞാനൊരു കത്തെഴുതി. ഞാനിങ്ങനെ കൃഷ്ണകുമാർ ആയിരുന്നല്ലോ, നിങ്ങൾക്കറിയാമായിരുന്നല്ലോ, ഞാനൊരു നിരാശനായിരുന്നു, എല്ലാ പ്രതിസന്ധി അനുഭവിച്ച ആളാണ്. പക്ഷെ എനിക്കിന്ന് സന്തോഷം മാത്രമല്ല, സമാധാനമുണ്ട്. ഞാൻ യേശുവിനെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാര്യത്തിൽ 1991 ഒരു കത്തെഴുതി. അദ്ദേഹം കുടുംബമായിട്ട് ആ കത്ത് വായിച്ച് രക്ഷിക്കപ്പെട്ടു. അദ്ദേഹത്തെ ഭാര്യയും എന്റെ കാഴ്ചയില്ലാത്ത 2 സുഹൃത്തുക്കളുടെ ഒന്നിച്ച് സ്നാനക്കുളത്തിലേക്ക് പ്രാർത്ഥിച്ച് ഇറക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം അന്ന് ആരംഭിച്ച പ്രവർത്തനം കൊണ്ട് കാഴ്ചയില്ലാത്തവരുടെ ഇടയിലും അല്ലാത്തവരുടെ ഇടയിലും ഒക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. 100 കണക്കിന് കാഴ്ചയില്ലാത്തവരോടും വൈകല്യമുള്ളവർ യേശുവിനെ കുറിച്ച് പറഞ്ഞു. അനവധി ആളുകളെ കർത്താവിലേക്ക് നടത്താൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇപ്പൊ ഞങ്ങള് പ്ലസ് വോയിസ്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തുടങ്ങിയത് ബ്രെയിലി ലിറ്റർ ഇവാഞ്ചലിസം സർവീസ് ഫോർ ദ സൈറ്റ്ലെസ്. അതിന്റെ മ്യൂസിക് വിങ് തുടങ്ങി. 15ലധികം കാഴ്ചയില്ലാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മ്യൂസിക് വിങ് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലും പുറത്തുമൊക്കെ ഞങ്ങള് ഗാനമേള പോലെ ചെയ്യുന്നു. നല്ല പാട്ട് പ്രൊഫഷണൽ സിംഗേഴ്സാണ് ഞങ്ങളുടെ പോകുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ളവരാ, MA-ക്കാര്, മിക്കവാറും BG-ക്കാരുണ്ട്, ലോ പഠിച്ചവരുണ്ട്, ഗാനഭൂഷണം പഠിച്ചവരുണ്ട്, മ്യൂസിക്കിൽ MA എടുത്തവരുണ്ട്, പൊളിറ്റിക്കൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ള ഉന്നതമായ വിദ്യാഭ്യാസമുള്ള കാഴ്ചയില്ലാത്തവർ മാത്രം, അവർ മാത്രം പാടുന്നു, അവർ മാത്രം ഉപകരണം വായിക്കുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്നു. അങ്ങനെ പ്രസംഗിച്ച് പാട്ടുപാടി സാക്ഷ്യം പറയുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. ഈ കഴിഞ്ഞ മെയിലായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് പ്രോഗ്രാം ചെയ്തത്. ഒരു ശ്രീദേവി എന്ന് പറഞ്ഞ ഭിന്നശേഷിക്കാരിയുണ്ട് നിലമ്പൂര്. എന്നെ പരിചയപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ്. പ്രാർത്ഥിച്ച് അവർ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് വന്നു. നേരത്തെ തന്നെ ഒരു വിശ്വാസിയായിരുന്നു. പിന്നെ അവർ ചലന സ്വാതന്ത്ര്യം ഇല്ലാതെ കിടക്കുകയാണ്. അവർ പറഞ്ഞു, സാറേ എന്റെ നാട്ടിലൊരു മീറ്റിംഗ് നടത്തും. ഞങ്ങൾ അങ്ങനെ ഈ കാഴ്ചയില്ലാത്തവർ തന്നെ പാടി പ്രസംഗിച്ച് സാക്ഷ്യം പറഞ്ഞ് ഒരു മീറ്റിംഗ് കഴിഞ്ഞ മെയ് 13, 14 നടത്തി. അതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ താഴക്കര തന്നെ മർദ്ദമ ചർച്ചിൽ ഒരു വലിയ പ്രോഗ്രാം, ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പ് ഒരു വലിയ ക്ഷണിക്കപ്പെട്ട സദസ്സിൽ പ്രോഗ്രാം ചെയ്തു. അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ 1994 ആരംഭിച്ചെങ്കിൽ 2000 മുതൽ ഞങ്ങൾ ശക്തമായ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. എത്ര സ്റ്റേജുകളിൽ ഞങ്ങൾ തന്നെ പാടാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞിടയ്ക്ക് അടൂരിൽ പ്രോഗ്രാം ചെയ്തപ്പോൾ 4500 സീറ്റ് അവർ അറേഞ്ച് ചെയ്തിട്ട് പോലും തികഞ്ഞില്ലെന്ന സംഘാടകർ പറഞ്ഞത്. അങ്ങനെ 100 കണക്കിന്, 1000 ലക്ഷക്കണക്കിന് ആളുകളോട് എന്റെ ഈ സാക്ഷ്യം ചെറിയവരോടും വലിയവരോടും പറയുന്നു. ചെറിയ തെരുവീതിയിൽ നിന്നും കവലകളിൽ നിന്നും വലിയ കൺവെൻഷൻ കൂട്ടങ്ങളിലൊക്കെ ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയാവോ? ഒരു കാലത്ത് എല്ലാവരും ഉപേക്ഷിക്കപ്പോൾ, എല്ലാവരും വെറുക്കപ്പെട്ടപ്പോ, സന്തോഷവും സമാധാനം നഷ്ടപ്പെട്ടപ്പോ, ഞാനാകുന്നു യേശു, ഞാൻ നിന്നെ കൈക്ക് പിടിക്കും, സംരക്ഷിക്കും, സഹായിക്കും, സൂക്ഷിക്കും എന്ന് പറയുന്ന ശബ്ദം കേൾക്കുക മാത്രമല്ല, യേശുവിന്റെ ക്രൂശിത രൂപം കണ്ടതുകൊണ്ട് ഞാൻ ഇന്നും ഇത് ചെയ്യാൻ തയ്യാറാകും. നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം വിളിച്ചാൽ ഞങ്ങൾ അവിടെ വന്ന് ഈ പ്രോഗ്രാം ചെയ്യുന്നതാണ്.
അങ്ങനെ പലരും ഞങ്ങളുടെ സാക്ഷ്യം കേട്ട് ഒത്തിരി പ്രോഗ്രാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല വലിയ ആളുകൾ ഞങ്ങളെ വിളിക്കുകയില്ല. പക്ഷേ ഞങ്ങളെ വിളിച്ചാൽ ഇത്തിരി കോസ്റ്റ്ലി ആകും. അതുകൊണ്ടാണ് അത് വിളിക്കാത്തത്. എന്തായാലും ഞങ്ങളെ കൊണ്ട് ഒത്തിരി പ്രയോജനം ഉണ്ടാകുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ബസ് വിട്ടും കാറ് വിട്ടും ഒക്കെ ഒത്തിരി ആളുകൾ വിളിച്ചുകൊണ്ട് വന്ന് കൈവശം കൂട്ടത്തിരുത്തും. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ ഒരു നോട്ടീസ് മാത്രം കാണും. ചിലപ്പോൾ പോസ്റ്റ് പോലും കാണുകയില്ല. പത്രത്തിൽ ഒരു ന്യൂസ് മാത്രം കാണും. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ഹൈന്ദവരും അക്രൈസ്തവരും ഇസ്ലാമും ഒക്കെ വരുന്നത്. അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശം തരാനൊക്കെ വരുന്നത്. അങ്ങനെ യേശുവിനെ കേൾക്കുന്നത്. അങ്ങനെ ഒരു മിനിസ്ട്രി ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് എൻ്റെ ബാല്യകാലവും എൻ്റെ പ്രവർത്തന കാര്യവും പറഞ്ഞത്. ഞാൻ ഇന്ന് എൻ്റെ മകൻ ഷൈൻ, മകന്റെ കൂടെയാണ് ഞാനുള്ളത്. മകന് കുട്ടികളില്ല. അവന്റെ ഭാര്യ ജീന ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ളതാണ്. അവൾക്കൊരു ചെറിയ ജോലിയുണ്ട്. കാര്യമായ ജോലി മോനില്ല. മോനെ സഞ്ചാരം ടിവിയിലും പൗരുഷ ചാനലിലും ഒക്കെ ജനിയായിരുന്നു. ഇപ്പോൾ ആ ജോലി ഇല്ലായിരിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഈ ചെറിയനാട് വന്ന് താമസിക്കാൻ കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഈ ചെറിയനാട് വരാൻ കാരണം, ഞാൻ ഹൈറേഞ്ചായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മാവലിംഗ സ്വദേശി ഹൈറേഞ്ച് താമസിച്ചു. അത്യാവശ്യ സ്ഥലവും ജീവിക്കാനുള്ള സ്ഥലവും ഒരു വീടും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിശ്വാസം മൂലം എല്ലാവരും ഇട്ടോട് എതിർത്തപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആളാണ്. എൻ്റെ വൈഫ് ഹൗസ് വന്നു, വീട്ടിൽ വന്നു താമസിച്ചപ്പോൾ അവിടെ അവർ ഹിന്ദുക്കളായിട്ട് അവിടെയും പ്രശ്നം ഉണ്ടായി. അവിടെ എൻ്റെ വൈഫിനെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആള് ഒരു പാസ്റ്ററെ പരിചയപ്പെടുത്തി. ഞങ്ങൾ അങ്ങനെ ഒരു സമയം അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ആദ്യം ആർക്കും ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞില്ല. കാരണം അത് ഞാൻ പറയുന്നില്ല, എങ്കിലും അങ്ങനെയാണല്ലോ പൊതുവെ ഇങ്ങനെയുള്ളവർ. എന്തായാലും അന്നത്തെ പാസ്റ്റർ നല്ലൊരു മനുഷ്യനായിരുന്നു. വീട് പ്രാർത്ഥിച്ചിട്ട് ദൈവ ദൂത് പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ. അതായത് ഞങ്ങൾക്ക് സ്ഥലമില്ല, ഞങ്ങൾ പലയിടത്ത് താമസിക്കാൻ വകുപ്പില്ല, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, എൻ്റെ വീട്ടിലും പറ്റില്ല, അവളുടെ വീട്ടിൽ ഞാൻ വിശ്വാസം കാഴ്ചയില്ലെങ്കിലും നമ്മൾ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, പക്ഷെ വിശ്വാസത്തിൽ വരരുത്. അതാണ് അവരുടെ പ്രശ്നം. എൻ്റെ അമ്മ പറഞ്ഞു അവന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, കലാകാരനാണ്, കാര്യങ്ങളൊക്കെ തിരിച്ചറിയാം, പക്ഷെ അവിടെ തലതിരിഞ്ഞു പോയി. അവളാണ് ഇതിന്റെ എല്ലാ കാരണം. അപ്പോ അങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങളൊരു പലയിടത്തും വീടിന് അന്വേഷണം കിട്ടിയില്ല. അപ്പൊ ഞാൻ IPC ശാലം ചർച്ച് കൊല്ലകുളയിലാണ്. അവിടുത്തെ ഒരു സഹോദരി, ഞങ്ങളുടെ പ്രിയപ്പെട്ട ആന്റി സിസിലി ആന്റിയുടെ ബ്രദറിന്, അതായത് ഇപ്പൊ ഫ്യൂച്ചറിലുള്ള ജെയിംസ് കെ ഈപ്പൻ എന്ന് പറഞ്ഞ പാസ്റ്റർ, ഞാൻ പ്രിയപ്പെട്ട ജെയിംസ് ഷാന് കത്തെഴുതി. ഇങ്ങനെ ഞങ്ങളുടെ സഭയിൽ ഒരു കാഴ്ചയില്ലാത്ത ആളുണ്ട്, അദ്ദേഹം ഒരു സുവിശേഷ പ്രവർത്തകനാണ്, കാഴ്ചയില്ല എങ്കിലും അദ്ദേഹത്തെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് കത്തെഴുതി. അദ്ദേഹത്തിന് ഒരു സ്ഥലം കാണിക്കണം, അല്ലെങ്കിൽ വാടക വീട് എടുക്കണം, അച്ചായൻ എന്തെങ്കിലും സഹായിക്കണമെന്ന്. അപ്പൊ അച്ചായൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അച്ചായന്റെ കയ്യിൽ നിന്ന് 5000 രൂപ ഇട്ടിട്ട്, അന്ന് അദ്ദേഹം കല്ലുമല ചർച്ച് സ്കൂളിലാണ് കുടിക്കേണ്ടത്, ദുബൈയിലോ ഫുജറയിലൂടെ. അവിടെ പാസ്റ്റർ ജോർജ് ജോസഫ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാക്കി പൈസ അവരും കൂടി ഇട്ട് എനിക്ക് കുറച്ച് പൈസ അയച്ചു തന്നപ്പോ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയി. ഞങ്ങൾ വേറെ സ്ഥലത്തോട്ട് പോയപ്പം എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഇട്ടേച്ച് പോയി, എൻ്റെ ഭാര്യ കാഴ്ചയില്ലാത്തതുകൊണ്ട് എന്നെ ഇട്ടിട്ട് പോയെന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പാസ്റ്റർക്ക് അറിയായിരുന്നു അതൊന്നും സത്യമല്ല. അത് എന്നെ അന്വേഷിച്ചാണ് എൻ്റെ എങ്ങനെയോ നമ്പർ കിട്ടി, അഡ്രസ് കിട്ടി, എന്നെ വിളിച്ചു ഇവിടെ കൊണ്ടു. ഞാൻ പറഞ്ഞു എനിക്കിത് തന്നത് വേണ്ട, ഞാൻ വിശ്വാസി വന്നത് സ്ഥലം ചോദിച്ചോ, പെണ്ണിന് വേണ്ടിയോ, മണ്ണിന് വേണ്ടിയോ, കാറിന് വേണ്ടിയോ, വീടിന് വേണ്ടിയോ അല്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന പ്രകാശമായിരുന്നു. അല്ലെങ്കിൽ അനവധി പ്രസ്ഥാനങ്ങൾ എന്നെ വിളിച്ചതാ, ഞാൻ അതിനൊന്നും പോയില്ല. ജോലി എനിക്ക് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ കലാകാരനാകായിരുന്നു. അതൊന്നും കിട്ടാതെ ഞാൻ ഈ പരിശോധനയിലും ഇങ്ങനെ ചെറിയ മീറ്റിങ്ങുകൾ നടത്താൻ കാരണം എനിക്ക് കിട്ടിയ പ്രകാശമാണ്, ശബ്ദമാണ്, ശക്തിയാണ്. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർ നിർബന്ധിച്ച് എന്നെ ഏൽപ്പിച്ചു. അവരാ തന്ന പൈസ കൊണ്ട് 8 സ്ഥലം വാങ്ങിച്ചു. എൻ്റെ കയ്യിലിരുന്ന പൈസ കൊണ്ട് ഞാൻ രജിസ്ട്രേഷൻ ഫീസ് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം അവിടെ താമസിക്കാനുള്ള മേടിച്ചെടുത്ത് ചെറിയ വീട് മെയിൻ്റെനൻസ് ചെയ്യണമായിരുന്നു. ചെറിയ ഒരു ഓല വീടായിരുന്നു, അത് മെയിൻ്റെനൻസ് ചെയ്ത് ഞങ്ങൾ അവിടെ താമസം ആരംഭിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എന്നെ എല്ലാവർക്കും അറിയാം, ഒത്തിരി കാര്യങ്ങളൊക്കെ എന്നെ അറിയാവുന്നവരുണ്ടായിരിക്കും. ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം, എന്നെ ദൈവം വിളിച്ച കാര്യം, എന്നെ ശബ്ദം കേൾപ്പിച്ച് പ്രകാശം കാണിച്ച് വിളിച്ച കാര്യമാണ് എനിക്ക് പ്രധാനമായും പറയാനുണ്ടായിരുന്നു. അപ്പോ ഞാൻ മുഖാന്തരം അനവധി ആളുകളെ കർത്താവിലേക്ക് നടത്താൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ആരോഗ്യവും ആയുസ്സും സമ്പത്തും സൗന്ദര്യവും വിദ്യാഭ്യാസവും എല്ലാ തരത്തിലുള്ള ഒരു ഭിന്നശേഷി ഇല്ലാത്ത നിങ്ങളെ കൊണ്ട് എത്രയോ വൻ കാര്യങ്ങളെ ദൈവത്തിന് ചെയ്യാൻ കഴിയും.
എനിക്കിന്ന് നിരാശയില്ല, ദുഃഖമില്ല. ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കൂടെ കഴിഞ്ഞ 1922 വരെ സെപ്റ്റംബർ 20 വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു മീറ്റിംഗ് പോയ സ്ഥലത്ത് വെച്ച്, പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ചാണ് അവിടെ മരണപ്പെട്ടത്. അപ്പോ അന്ന് ഞാൻ അവളെ കണ്ടിട്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾ, എന്റെ മോൻ ഷൈൻ, എന്റെ മരുമകൾ ജീന, എന്റെ മകൾ ഗ്രേസ്, അവിടെ ഭർത്താവ് ബിബി ടീച്ചറാണ്, എന്റെ 2 കൊച്ചുകുട്ടികൾ ജുബാന, ജെനിഫർ, അവരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്നൊരു വീട്ടിലിരുന്നാണ്, എന്റെ വീട്ടിൽ വെച്ചല്ല, എന്റെ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് ഇത് ടെലികാസ്റ്റ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അവരെ എന്റെ ബഹുമാന്യ സ്നേഹിതൻ പ്രദീപ്, സിന്ധു, അവരുടെ കുട്ടികൾ ആരെയും ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല, എന്നെ വിളിച്ച എനിക്ക് വേണമെങ്കിൽ ഫോണിലൂടെ വീഡിയോ കാണാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ദാനിയേൽ ജോൺ കണ്ടിട്ടില്ല. എന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ല, പക്ഷെ എനിക്കൊരു അവസരം നൽകി. എനിക്ക് നിരാശയില്ല, ദുഃഖമില്ല. നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമ്മളെല്ലാം സ്വന്തം മുഖം കൊണ്ട് അന്യോന്യം കാണുന്ന ഒരു സുദിനം വരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആ പ്രത്യാശ പ്രാപിച്ചവര്, നിങ്ങളെ ഇപ്പൊ കാണുന്നില്ലെങ്കിലും കാണുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ പോലും ഇതിലൂടെ വരുന്ന ആ ദൈവ ശക്തി വെച്ച് നിങ്ങള് ആ പ്രത്യാശ പ്രാപിച്ചൊരു ഹല്ലേലൂയ പറയാം. ആ പ്രത്യാശ പ്രാപിക്കാൻ വേണ്ടിയാ ഇത്തരത്തിലുള്ള സാക്ഷ്യം, അനുഭവ സാക്ഷ്യം പാസ്റ്റർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇന്ന് മുതൽ എനിക്ക് നിരാശയില്ല, ദുഃഖമില്ല. സെന്റ് പോൾ പറഞ്ഞു, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയെ കുറിച്ച് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും ശക്തൻ എന്ന് പറഞ്ഞു. കഷ്ടത്തിലായത് ഗുണം കൂടി എന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ പ്രസിദ്ധന്മാരാ ഓരോ കാര്യം പറഞ്ഞത്. വിശ്വവിഖ്യാതനായ ഇംഗ്ലീഷ് കവിയായ മിൽട്ടൺ പറഞ്ഞു, ബ്ലൈൻഡ്നെസ് ഈസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്ന് പറഞ്ഞു. അന്ധത ദൈവത്തിന്റെ സമ്മാനമാണെന്ന് പറഞ്ഞു. ഒരിക്കൽ ഞാൻ വായിച്ചതാണ്, ബ്രെയിനിൽ ഒരു മാഗസിനിൽ വായിച്ചതാണ്. ഒരു ഡഫാൻ ഡമ്പായ ഒരു കുട്ടിയെ ഒരു പത്രക്കാരെ ഇന്റർവ്യൂ ചെയ്യുകയാണ്. നിന്നെ ദൈവം ഇങ്ങനെ ഡെമ്പാൻ ഡഫായി മാറ്റിയതിൽ നിനക്ക് ദൈവത്തിനോട് പ്രതിഷേധമുണ്ടോ, പരിഭവമുണ്ടോ, പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതേ ഒരു പെൻസില്, ഇവിടെ പണ്ട് സെക്രട്ടറിയായി ചോദിച്ച പോലെ ഒരു സ്ലേറ്റ് പെൻസില് എഴുത്തുപലക തരാൻ പറഞ്ഞു. അവനും അങ്ങനെ കാണിച്ചു. എന്നിട്ട് അവൻ ഇങ്ങനെ എഴുതി, ആ പയ്യൻ, എന്റെ ദൈവം എന്നെ ഡഫായിട്ട് സൃഷ്ടിക്കാനാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത്, ഹല്ലേലൂയ എന്ന് എഴുതി. അപ്പോ ഞാനും പറയുന്നു, നമ്മുടെ കർത്താവ് തമ്പുരാൻ നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നെങ്കിൽ അതിൽ തന്നെ സന്തോഷവാനായി ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്ത് അതിൽ തന്നെ പ്രത്യാശയും വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ട് അതിനുവേണ്ടി പൂർണ്ണമായി ക്രിയാത്മകമായി പ്രതികരിച്ച് ജീവിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എത്ര ദൈവത്തിന് കഴിയും. എന്റെ ജീവിതത്തിൽ നേരിട്ട് പ്രശ്നങ്ങൾ വരാത്തതുകൊണ്ടല്ല. ഞാൻ ഒരിക്കല് ചെങ്ങന്നൂർ തന്നെ വെച്ച്, ഞാനും മറ്റു 3 കാഴ്ചയില്ലാത്തവരുണ്ട്, ഞാൻ 2 പേരുണ്ട് എന്റെ കൂടെയുള്ള. ഒരാൾ ജോലിക്കാരനാണ്, ഗവൺമെന്റ് സ്കൂൾ വർക്ക് ചെയ്തു. ഒരാള് ഒരു ടെലിഫോൺ ബൂത്ത് നടത്താറുണ്ട്, ഇപ്പൊ ലോട്ടറി കച്ചവടമാണ്. അയാള് BA പഠിച്ച ആളാണ്, പൊളിറ്റിക്കൽ സയൻസ് എടുത്ത ആൾ പഠിച്ച ആളാണ്. അയാൾ ഞാനുമായിട്ട് വരുന്ന സമയത്ത് ഞങ്ങളെ RS പറഞ്ഞു നിർത്തി. അവരോട് ചോദിച്ചു എവിടെ പോകാനുണ്ടാകും. അവര് പറഞ്ഞു ആലപ്പുഴ ബസ്. ആലപ്പുഴ ഒരു ബസ് ഉണ്ടായിരുന്നു. അവരെ കയറ്റിവിട്ടു. എന്നെ അവർ പിടിച്ചെടുത്ത് എന്റെ ഷർട്ടയിലൊക്കെ പിടിച്ച് വലിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളെ ഉപദ്രവിക്കത്തില്ലെന്നാണോ വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്നെ അങ്ങനെ എനിക്ക് തന്നെ ഉപദ്രവിക്കുന്നൊരു വിശ്വാസം ഇല്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം എങ്ങനെയാണ്, അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലാത്ത കാലത്ത് എനിക്ക് പ്രകാശവും ശക്തിയും തന്ന് വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളൊരു ജോലി തരാം. ഏത് ഏജൻസിയെ വിശ്വസിച്ചു? ഞങ്ങളുടേതായ വിശ്വസിക്കുന്ന ദേവസ്വം ബോർഡിലോ എവിടെയെങ്കിലും ഒരു ജോലി തരാം. എന്നോട് പറഞ്ഞ ആളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇല്ലായിരുന്നു ഞാൻ പറയില്ല, പേരും എനിക്കറിയാം, സ്ഥലവും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്കൊരു ജോലി തരാം എന്ന് പറഞ്ഞു. നിങ്ങൾ കൃഷി വിശ്വാസം പെടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ലാത്ത കാലത്ത് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോ എന്നെ കൈക്ക് പിടിച്ച് നടത്തി ശബ്ദം കേൾപ്പിച്ച് എനിക്ക് പ്രത്യാശ തന്ന് എന്നെ രൂപം കാണിച്ച് വിളിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ വിശ്വാസിയായിരിക്കുന്നേ ഉള്ളൂ, ഞാൻ വലിയ പ്രവർത്തനമൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു ജോലി തരാം, നിങ്ങൾ ഇഷ്ടമുള്ള ഏജൻസിയെ കൊണ്ട് വിശ്വസിക്കും എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 15,000 രൂപ എന്ന് വിചാരിക്കുക. മറ്റൊരു പ്രസ്ഥാനം, ഞാൻ പേര് പറയുന്നില്ല, ഒരു പ്രസ്ഥാനം അവർക്ക് കാഴ്ചയില്ലാത്ത ആർട്ടിസ്റ്റ് എന്റെ കൂടെ വർക്ക് ചെയ്തവരെ പോലും അവർ വിളിച്ചുകൊണ്ട് പോയി വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. അവർ 20,000 കൊടുക്കുകയാണെങ്കിൽ, മറ്റൊരു പ്രസ്ഥാനം 25,000 കൊടുക്കുകയാണെങ്കിൽ ഞാൻ മാറി പോകേണ്ടവരില്ലേ? ഇതൊന്നും വേണ്ട. അതുകൊണ്ട് എന്നെ നടത്തുന്നത് പണമല്ല,
അല്ലെങ്കിൽ മറ്റൊരു സ്വാധീന ശക്തിയല്ല. ജീവിക്കാൻ വേണ്ടി ഒരു ബൈബിൾ എടുത്ത് തിരിച്ച ആളല്ല. അത്യാവശ്യം വിദ്യാഭ്യാസവും എല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കലാകാരനായി പോകാമായിരുന്നു. അതൊക്കെ വിട്ടിട്ട് തെരുവേദിയിലും ഈ കൺവെൻഷൻ കൂട്ടത്തിലെ ചെറിയ കാര്യങ്ങളിലും മീറ്റിങ്ങിലും ഒക്കെ പറഞ്ഞേ, അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ കാരണം എന്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ പ്രകാശവും എന്റെ നിരാശ മാറ്റി തന്നതും സന്തോഷം തന്നതും സമാധാനം തന്നതും ഒക്കെയാണ് കാരണം. അതുകൊണ്ട് ചേട്ടന്മാരെ എന്നെ അത് നിർബന്ധിക്കരുത് പറഞ്ഞു. എന്നിട്ടും അവർ എന്നെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവർ പിന്നെ അതാ കിട്ടും. എന്റെ വീട്ടിൽ ഒരാൾ വന്നു, അയാളുടെ പേരും നാടും ഒക്കെ എനിക്കറിയാം, ഇപ്പോഴും അറിയാം വീട്. അപ്പൊ അങ്ങനെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഏത് സ്വാധീനത വന്നാലും സത്യസന്ധമായി യേശുവിനെ അറിഞ്ഞാൽ, നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടാൽ നമ്മളെ കർത്താവ് തമ്പുരാൻ നടത്തും. മറ്റൊരു അനുഭവം ഞാൻ പറയുക. ഒരിക്കൽ ഞാന് കാലിക്കട്ടിലെ കോളേജ് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനായിട്ട് ഇടയായി. ലൈറ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അവിടെ ഞാൻ പോയി മോൾഡിങ്ങിലാണ് എൻ്റെ വിഷയമായിട്ട് എടുത്ത് പഠിച്ചത്. അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം അവിടുന്ന് അവധി കിട്ടി തിരിച്ചു പോകുമ്പോൾ കോട്ടയത്ത് നിന്ന് മലബാർ എക്സ്പ്രസിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്ര ചെയ്തു. ഞാൻ വെള്ളം പോലും കുടിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പ്രഷറുണ്ട്, ഹാർട്ടിന്റെ ചെറിയ വേദനയൊക്കെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകും. ആ പ്രതിസന്ധിയൊക്കെ സഹിച്ച് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് വാക്കുകളൊക്കെ തിരിയാതെ വരും. നിങ്ങളത് സ്വയം ക്ഷമിച്ചത് കേൾക്കുക. അപ്പം ട്രെയിനിൽ കയറി, മലബാർ ട്രെയിനായിരുന്നു, മലബാർ എക്സ്പ്രസ്. അതിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തു. അപ്പൊ ഞാൻ പറയാം, ഫറൂഖ് ആകുമ്പോൾ നിങ്ങളൊന്ന് പറയണം എന്ന് പറയാമെന്ന് പറഞ്ഞു. ആരോ എന്റെ കയ്യിലിരിക്കുന്ന ബ്രെയിലി വാച്ച്, ഞങ്ങൾ ടച്ച് ചെയ്തു വാച്ച, അതിൽ ഞാൻ ആ സ്റ്റേഷനിലേക്ക് കൈവച്ച് നോക്കിയപ്പോൾ 4:05 ആ സമയത്ത് ഫറൂഖ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ ഇറക്കി വിടാൻ പറഞ്ഞപ്പോൾ ഒരാളെ ഇറക്കി വിട്ടപ്പോൾ ഒത്തിരി താഴ്ച പ്ലാറ്റ്ഫോമിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മുന്നോട്ട് പൊക്കൂ എന്ന് പറഞ്ഞു. ഞാൻ മുന്നോട്ട് പോയി. ഒത്തിരി നടന്നിട്ട് സ്റ്റേഷനാകുന്നില്ല. ഒരു സ്റ്റേഷന്റെ അടുത്താ നിൽക്കുന്നെങ്കിൽ എത്ര 5 കിലോമീറ്റർ ദൂരെ ആണെങ്കിലും ലെവൽ ഏരിയ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സിംറ്റംസ്, ഒത്തിരി വേവ്സിന്റെ ടോണൊക്കെ നമുക്ക് വരും, വേവ്സൊക്കെ വരും. ഇതൊന്നും വരുന്നില്ല. ഒരു പക്ഷികൾ പോലും അലയ്ക്കുന്ന ശബ്ദം കിട്ടില്ല, ചെവിയുടെ പോലും കേട്ടിട്ടില്ല, ഒരു മനുഷ്യനില്ല, വണ്ടികൾ പോലും ദൂരെ പോകുന്നില്ല. ട്രെയിനിന്റെ ശബ്ദമൊക്കെ ദൂരെ പോയി മറിഞ്ഞിട്ട് സമയം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഞാൻ ഏതെങ്കിലും ഒരു കായന്റെ തടവിലോ ആണോ ഞാൻ എത്തിപ്പെട്ടത്? ഏതെങ്കിലും വനാന്തരത്തിലാണോ? മനുഷ്യവാസം ഇല്ലാത്തടത്താണോ? എനിക്ക് ഫറോക്കിലാണല്ലോ ഇറങ്ങേണ്ടത്, ഫറോക്കോളയിലേക്കാണല്ലോ എനിക്ക് പോകേണ്ടത്. അതുകൊണ്ട് എന്താ ചെയ്യുന്ന ദൈവമേ? ഞാൻ ചെറിയ പ്രായത്തില് യേശു എന്നോട് പറഞ്ഞല്ലോ, എന്നെ കൈക്ക് പിടിച്ച് നടത്താം, സഹായിക്കാം, സൂക്ഷിക്കാം എന്ന് പറഞ്ഞല്ലോ. എന്നെ ഈ രാത്രി സഹായിക്കാൻ ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോ വളരെ ദൂരെ നിന്ന് ബൂട്ടിട്ട് ചവിട്ടി അടുത്തേക്ക് വരുന്ന ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു, റെയിൽവേ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഈ പ്ലാറ്റ്ഫോം ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളൊക്കെ, അതിന്റെ ആരെങ്കിലും ഉണ്ടോ, പ്രശ്നമൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നടക്കുന്ന ആളുകളാന്ന് വിചാരിച്ചു. അടുത്ത് വന്നപ്പോൾ ആവശ്യക്കാരന് ഔചിത്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാർ എന്നെ സഹായിക്കണം, എനിക്ക് 2 കണ്ണിന് കാഴ്ചയില്ല, എനിക്ക് ഫറോക്കിലായിരുന്നു ഇറങ്ങേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോ എന്റെ തൊട്ടടുത്ത് വന്ന എന്റെ കൈക്ക് ഒരു വിരലിങ്ങനെ തൊട്ടു. ഒരു മനുഷ്യൻ വന്ന് നമ്മുടെ അടുത്ത് തൊട്ടാൽ അത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നമുക്കറിയാൻ പറ്റും. ഒരാൾ വന്നാൽ അവിടുത്തെ അംഗപ്രത്യക്കത്തിന്റെ ചലനങ്ങൾ, അതിന്റെ ചെറിയ ടോൺസ്, സൗണ്ടുകളുണ്ടാകും. നടക്കുമ്പോൾ കാലും കൈ ചലിക്കുന്നതിന്റെ ശബ്ദം ഉണ്ടാകും, സ്മെല്ലുണ്ടാകും, ശ്വാസഗതി ഉണ്ടാകും, ഹൃദയത്തിന്റെ ഇടിപ്പ് തുടിപ്പൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മുടെ കയ്യിൽ ഒരാൾ പിടിച്ചാൽ അദ്ദേഹത്തിന്റെ നീളത്തെക്കുറിച്ച് ഉണ്ടാകും. അങ്ങനെ ഒത്തിരി സിംറ്റം ഉണ്ട്. ഇനി സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റും. ഇതൊന്നും എനിക്ക് ഒരു സിംറ്റവും എനിക്ക് ലഭിച്ചില്ല, ഒരറിവ് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഉണർന്നു വരുമ്പോൾ ഫറൂഖ് സ്റ്റേഷനിലെ ഒരു ബെഞ്ചിൽ ഉണർന്നു വരുന്ന മാത്രം ഞാൻ, സാർ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ എന്റെ കൈക്ക് പിടിച്ചത് ദൈവമാകാം, ദൈവത്തിന്റെ ദൂതനാകാം. എനിക്ക് അന്ന് മനസ്സിലായി, നമ്മുടെ കർത്താവ് തമ്പുരാൻ ആരെ ഏത് നിലയിൽ സൃഷ്ടിച്ചു പോകും അധികമായി പരിപാലിക്കാൻ, സൂക്ഷിക്കാൻ ശക്തനാണ് കർത്താവ്. കർത്താവിന്റെ നീതിയാണ് സൂക്ഷിക്കുന്നത്. മറ്റൊരു അനുഭവം പറഞ്ഞാൽ അവസാനിപ്പിക്കുക. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറഞ്ഞില്ലേ, ബാല്യകാലത്തിൽ അനുഭവിച്ച ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതൊന്നും ഞാൻ എല്ലാവരും പറഞ്ഞിട്ടില്ല. അത് പറയണമെങ്കിൽ ദിവസങ്ങൾ പറയാറുണ്ട്. അത് തന്നെയല്ല, അത് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു പക്ഷേ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ലാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. അത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട് ഞാൻ.
ഒരിക്കലും ഇങ്ങനെ വന്ന് എന്നെ ഇപ്പൊ നാട്ടിൽ അറിയാവുന്ന ആളായി മാറി. ഞാൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ പഠിപ്പിക്കാനായിട്ടാണ് ഈ പ്രവേശിച്ചത്. അതുകൊണ്ട് ആ ഒരു നിലയിലാണ് എല്ലാവരുടെയും കാഴ്ചപ്പാടും ചിന്തയൊക്കെ. പിന്നെ ഞാനൊരു കലാകാരനായിരുന്നു. ഇപ്പൊ ഈ ശുശ്രൂഷ പ്രവർത്തനം ചെയ്ത് ഒത്തിരി ആളുകൾക്ക് എന്നെ അറിയാം. പക്ഷേ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒന്നും വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ലായിരുന്നല്ലോ. എന്റെ കൂടെ പഠിച്ച ഒരു ഇസ്ലാം സഹോദരൻ, മറ്റൊരു കാഴ്ചയില്ലാത്ത സഹോദരി, ഞാൻ ഉള്ള സ്ഥലത്ത് ഒരിക്കൽ ഈ ഇസ്ലാം സഹോദരൻ ട്രെയിനിലാണ് പാട്ടുപാടി പാത്രം കിടക്കി എന്നോട് പറയാം, എനിക്ക് 2 കണ്ണിന് കാഴ്ചയില്ല. എന്നെ കൂടാതെ 2 പേരോട് കാഴ്ചയില്ലാത്തവരുണ്ട്. 3 പേരാണ് ഞങ്ങൾ. അച്ഛനും അമ്മയ്ക്ക് സുഖമില്ല. എനിക്ക് 10 പൈസ സഹായിക്കണമെന്ന് പറഞ്ഞ് എന്റെ ശരീരത്തിൽ എന്റെ ശരീരത്തിൽ തൊട്ടിട്ട് പാട്ടുപാടി പാത്രം കിടക്കി അടുത്ത് കടന്നു പോയപ്പോ എനിക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവൻ എന്റെ റൂംമേറ്റ് ആയിരുന്നു, ആ സഹോദരൻ. മറ്റൊരാള് അതും എന്റെ കൂടെ എന്റെ സീനിയറായിട്ട് പഠിച്ച ഒരു സഹോദരിയാണ്. പക്ഷേ അവളുടെ നോട്ടാ എനിക്ക് 10ാം ക്ലാസ്സിൽ വെച്ച് നോട്ട് പഠിക്കാനായിട്ട് എനിക്ക് ആ ബുക്സ് മൊത്തം അയച്ചതാണ്. അവള് സെന്റ് പീറ്റേഴ്സ് കോളേജിലും സെന്റ് സേവിയേഴ്സ് ആലുവയിലും ഒക്കെ പഠിച്ച് വർക്കേജിലൊക്കെ പോയി പഠിച്ചു വന്ന ആളാ. പക്ഷേ പിൽക്കാലത്ത് ജോലിയൊന്നും കിട്ടിയില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു കടത്തിൻ്റെ കയറി നടക്കുമ്പോൾ, ഞാനൊരു പ്രോഗ്രാമിനായിട്ട് എറണാകുളത്ത് ചെല്ലുമ്പോൾ ഒരു ഗിഫ്റ്റ് ഹൗസിൽ കയറി ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കാൻ കടയ്ക്കൊരു ഒരു പാസ്റ്ററായിട്ട്. ആ സമയത്ത് അവളുടെ അമ്മ എന്റെ കൈക്ക് പിടിച്ചു എന്നോട് ചോദിച്ചു, ഇന്നയാളെ പേര് ഞാൻ പറയുന്നില്ല, അവളെ ഓർമ്മയുണ്ടോ? ഞാൻ ചോദിച്ചു, ഏതാര്? ഇങ്ങനെ പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെയാണ്, ജോലി ചെയ്യാണോ? അപ്പൊ അവരൊന്നും മിണ്ടിയില്ല. അവളെന്റെ തൊട്ടടുത്തത് കരയുന്നുണ്ടായിരുന്നു. ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരു നല്ല വെളുത്ത പെണ്ണ്, നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയാണ് അവിടെ. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, കണ്ണ് കണ്ടാക്കി തോന്നുന്നില്ല കാഴ്ചയില്ലെന്ന്. പക്ഷെ അവരെ ഭിക്ഷ അയച്ച് നടക്കുന്നു പറഞ്ഞു. ഞാനിത് പറഞ്ഞതിനെന്ന് അറിയാമോ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിലൊക്കെ ഒത്തിരി കുറവാണ്. മദ്രാസിലൊക്കെ ചെന്ന് ഏത് സ്റ്റേഷനിൽ ഇറങ്ങിയാലും നമ്മൾ നടന്നു പോകുമ്പോൾ ഒത്തിരി കാഴ്ചയില്ലാത്തൊരു വൈകല്യമുണ്ട്. കൂട്ടം കൂടി അവരുടെ ശബ്ദമൊക്കെ കേൾപ്പിച്ച് പ്രത്യേക തരത്തിൽ ആക്ഷനൊക്കെ കാണിച്ച ഒരു ശബ്ദം ഉണ്ടാകും. ഇവിടെയും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ ആരും എവിടെയൊക്കെ ചെല്ലും തെരുവിൽ വടിയും തെണ്ടി തിരിയുന്ന ഒരു ഭിക്ഷുവാക്കി മാറ്റാതെ എന്റെ ദൈവം എന്നെ സമൃദ്ധിയായിട്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവിധ കൃപകളുമുള്ള നിങ്ങളെ എത്രമാത്രം ശക്തമായി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ല, എന്റെ മക്കളുടെ പേര് പറഞ്ഞു, അവസ്ഥ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. മറ്റു ചില കാര്യം പറയാൻ എന്നെ അനുവദിക്കുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം തരുന്ന കാഴ്ചപ്പാട് ഞങ്ങളുടെ ആ മിനിസ്ട്രിയെ കുറിച്ച് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇനി ഞാനിവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക, സമയം ഒത്തിരിയായി. എനിക്ക് വേണ്ടി എന്നെ പരിചയമില്ല, ആരും പറഞ്ഞു എന്റെ എനിക്കിവിടെ വരാൻ കഴിഞ്ഞത് മറ്റൊരു ആളാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ ഒരു ബഹുമാന്യ സഹോദരി ജെസി ആന്റി എന്ന് പറയും. ഞാൻ ഈ കൊറോണ കാലത്ത് ഒരിടത്തും പ്രാർത്ഥനയില്ല, ചർച്ചിൽ പ്രാർത്ഥനയില്ല, കോട്ടേജ് മീറ്റിംഗ് ഇല്ല, മറ്റു മീറ്റിങ്ങുകളൊന്നുമില്ല. അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, ടെലഫോണിലൂടെ ഫ്രീ ഓഡിയോ കോൺഫറൻസ് ലൈനിലൂടെ ഒരാൾ 4 പേരെ വരെ കയറ്റാൻ പറ്റും. ഒരാൾക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരാളുടെ 4 പേരെ, മറ്റൊരാള് 4 പേരെ, അങ്ങനെ വരുമ്പോൾ 10-30 പേരെ കയറ്റാം. അങ്ങനെ ഗ്രൂപ്പ് സംഘടിപ്പിച്ചിട്ട് 7 പേരെ വെച്ച് ഞങ്ങളൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ഫോണിലൂടെ തുടങ്ങി. അതിനുശേഷം അത് 700 പേരായി. കൊറോണ കഴിഞ്ഞപ്പോൾ കുറഞ്ഞു. അങ്ങനെ 10 അധികം ഗ്രൂപ്പുകളുണ്ടായി. അതിലൊരു ഗ്രൂപ്പിന്റെ ലീഡറാണ്, കോർഡിനേറ്റർ ആയിരുന്നു ജെസി ആന്റി. ആ ജെസി ആന്റി ആണ് എന്നെ ഇങ്ങോട്ട് പാസ്റ്റർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ആന്റിയെ ഓർക്കുന്നു, നന്ദി പറയുന്നു. എന്നെ കുറിച്ച് ഒന്നും അറിയാതെ എനിക്ക് ഈ അവസരം ഒരുക്കി തന്നു ആരോമ ടിവിയുടെ MD മാനേജിംഗ് ഡയറക്ടറായ പാസ്റ്റർ ദാനിയേൽ ജോൺ പാസ്റ്ററും കുടുംബത്തിനും ഈ ആരോമ ടിവിയുടെ പ്രേക്ഷകർക്കെല്ലാം എനിക്ക് ഇന്നിവിടെ അവസരം ഒരുക്കി തന്നത്, ഇവിടെ നിന്ന് പറയാൻ അവസരം ഒരുക്കി തന്ന എന്റെ ബഹുമാന്യ സ്നേഹിതൻ പ്രദീപിനും കുടുംബത്തിനും, എന്നെ ദർശിക്കുന്ന ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ സൽപ്പിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മിനിസ്ട്രി കൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ, 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 ആമേൻ. പ്രിയ കൃഷ്ണകുമാർ സാറിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒന്നൊന്നായി ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങൾ ഒരേ സ്ക്രീനിൻ്റെ മുൻപിൽ പരസ്പരം മുഖാമുഖമായിരിക്കുന്നു എങ്കിലും പ്രിയ സാറിന്
ആരാണ് മുൻപിലിരിക്കുന്നതെന്ന് കാണുവാനോ മുഖത്ത് നോക്കി സംസാരിക്കുവാനോ തിരിച്ചറിയുവാനോ കഴിയുന്നില്ല എന്നുള്ള സത്യം എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയ്ക്കും വളരെ വ്യക്തമായിട്ട് എൻ്റെ മുഖം നോക്കി എന്നെ കണ്ടുകൊണ്ട് എന്നോട് സംസാരിക്കുന്ന അതേ ഒരു ഫീലിംഗാണ് എനിക്ക് ആദ്യാവസാനം ഉണ്ടായത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ ഒരു ലക്ഷ്യം തെറ്റി ഉള്ള ഒരു വാക്ക് പോലും പറയാതെ വളരെ ശ്രദ്ധയോടെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി വളരെ വ്യക്തതയോടുകൂടി തന്നെ ആ ജീവിതാനുഭവങ്ങൾ ബാല്യം മുതൽ ഇന്ന് വരെയുള്ള ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് ഒന്നുപോലും മറന്നു പോകാതെ, രണ്ട് കണ്ണിനും കാഴ്ചയും ശരീരത്തിന് എല്ലാ ആരോഗ്യവുമുള്ള ഒരു വ്യക്തിയേക്കാൾ ഉപരിയായി വളരെ വ്യക്തതയോടുകൂടി ഇവിടെ സംസാരിക്കുവാൻ തക്കവണ്ണം പ്രിയ കൃഷ്ണകുമാർ സാറിനെ ദൈവം സഹായിച്ചു എന്നല്ലാതെ എനിക്കൊന്നും പറയാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ നഗ്നനേത്രങ്ങൾക്ക് മാത്രമാണ് കാഴ്ചയില്ലാതിരിക്കുന്നത്, എന്നാൽ ഹൃദയ കണ്ണുകളെ കർത്താവ് പ്രകാശിപ്പിച്ചു. ഹൃദയത്തിൻ്റെ കാഴ്ച ആണ് ശരിക്കുമുള്ള കാഴ്ച. ആ അകക്കണ്ണ് പ്രകാശിക്കപ്പെടുക, അകക്കണ്ണ് വെളിച്ചമുള്ളതായിത്തീരുക. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനൊരു പരിധിയുണ്ട്. ഒരു ഭിത്തിക്ക് അപ്പുറത്തേക്കുള്ള വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയില്ല. അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മറവുണ്ടെങ്കിൽ അതിനപ്പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ കാണുവാനോ കഴിയില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉള്ളപ്പോൾ ഹൃദയക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ നിൽക്കുന്ന വസ്തുവോ വ്യക്തിയോ ഭിത്തിയോ ഒന്നും തന്നെ അതിന് തടസ്സമല്ല. അതിനപ്പുറത്തേക്ക് ആ കാഴ്ചയുടെ ശക്തി, കാഴ്ചയുടെ ആ ദൃശ്യമണ്ഡലം തുറന്നു വരികയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്തതായ കാര്യങ്ങളെ കാണുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പ്രിയ കൃഷ്ണകുമാർ സാറിന് ദൈവം കൃപ ചെയ്തു. ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ, നമ്മുടെ സർവശക്തനായ ക്രിസ്തുവിൻ്റെ ആ ദൈവത്തിൻ്റെ സ്നേഹവും ആണിപ്പിള്ള കരവും ആ ശബ്ദവും തിരിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആ ഭാഗ്യകരമായ ഒരു അനുഭവം പ്രിയ സാറിന് ദൈവം കൊടുത്തു. ആത്മഹത്യ ചെയ്യാൻ പോലും സ്വാതന്ത്ര്യമില്ല എന്നുള്ളൊരു വാക്ക് ഇതിനിടയ്ക്ക് ഉപയോഗിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ അതിന് പോലും പറ്റാത്ത പല പരിമിതികൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിമിതികൾക്കപ്പുറത്തായി ഇതെല്ലാം ഒരു പരിമിതി എന്ന് വേണം പറയാൻ, അതൊരു വേറൊരു പ്രശ്നമല്ല. അതിനപ്പുറത്ത് പ്രവർത്തിച്ച കൂടെയിരുന്ന ഒരു സ്നേഹവാനായ ദൈവത്തെ പ്രിയ സാറ് തിരിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ, പരിചയപ്പെടുത്തുവാൻ, പ്രസംഗിക്കുവാൻ, സാക്ഷീകരിക്കുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതേ ഇന്നും അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് പ്രിയ സാറിൻ്റെ സാക്ഷ്യവും ജീവിതവും ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ പര്യാപ്തമായ നിലയിൽ എല്ലാ മേഖലകളിലും പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് തൻ്റെ ജീവിത പങ്കാളി തന്നെ വിട്ട് കടന്നുപോയി. മക്കളോടൊപ്പം മരുമക്കൾ, പ്രിയപ്പെട്ടവരൊക്കെ, സ്നേഹിതര്, സുഹൃത്തുക്കളൊക്കെ അവരെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പരിമിതിയുണ്ട്. എന്നാൽ പരിമിതി കൂടാതെ കൂടെയിരുന്ന് വഴി നടത്തുന്ന ആ സ്നേഹവാനായ ദൈവത്തിൻ്റെ സ്നേഹം പിന്നെയും പ്രിയ സാറിനെ നിറയ്ക്കട്ടെ, കരം പിടിച്ച് നടത്തട്ടെ, കൂടെ ഇരിക്കട്ടെ, സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ കേൾക്കുന്ന അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകരെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആകയാൽ ദൈവസന്നിധിയിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയക്കണ്ണുകളെ തുറക്കാം. അക്ഷരീയമായ നഗ്നനേത്രങ്ങൾ ഒരു നിമിഷം ദൈവ മുൻപാകെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയക്കണ്ണുകളെ കർത്താവ് തുറന്നു തരട്ടെ. നമ്മുടെ മുൻപിലുള്ളതായ രോഗ, ദുഃഖ, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, മറ്റ് പലവിധമായ വിഷയങ്ങൾ, പർവ്വത സമാനമായ
സാഹചര്യങ്ങളൊക്കെ മുൻപിൽ നിൽക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് വിശ്വാസ കണ്ണുകളാൽ ആമേൻ നമുക്ക് കാണാൻ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ ആ രക്ഷയുടെ പാത, ആ സ്വർഗീയ കവാടം, നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ആ ക്രിസ്തുവിലെ ആമേൻ ആ സ്നേഹത്തിൻ്റെ കവാടം, ആ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന ആ സ്വർഗീയ വാതിൽ നമുക്ക് തുറന്ന് ആമേൻ അതിലൂടെ യാത്ര ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ, ഹൃദയങ്ങളെ ആക്കാൻ നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആമേൻ പ്രിയ കൃഷ്ണകുമാർ സാറ് ഈ സമയം നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കുക. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നിങ്ങനെ നല്ലൊരു അവസരം ദൈവം ഒരുക്കി തന്നു. കർത്താവെ, അങ്ങ് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ എൻ്റെ സാക്ഷികളാകും. എന്നിട്ട് കർത്താവ് തുടർന്ന് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതിയെയും ശിഷ്യരാക്കി കൊൽവീൻ എന്നുള്ള ഗ്രേറ്റ് കമ്മീഷൻ മഹാനിയോഗം ഞങ്ങൾക്ക് തന്നു. അത് ശിഷ്യന്മാരോട് മാത്രമല്ല, ഞങ്ങളിലും അത് കർത്താവെ ബാധകമാണല്ലോ. പൗലോസ് 3-ാം സ്വർഗത്തോട് എടുക്കപ്പെട്ട പൗലോസ് പോലും പറയുന്നു, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അങ്ങനെയെങ്കിൽ കർത്താവെ, അനവധി ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ലോകത്ത് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അരോമ ടിവി അതിന്റെ പ്രവർത്തകരും വിശേഷാൽ പാസ്റ്ററെ കുടുംബത്തെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രേക്ഷകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വലിയ ദൈവമാണ്. അടിയന്റെ ഭാഷയിലല്ല, വാക്കിലല്ല, ശബ്ദത്തിലല്ല, ശക്തിയിലല്ല, ഒന്നുമല്ല കാര്യങ്ങളിരിക്കും. ദൈവത്തിന്റെ കൃപയാണ്. ഞങ്ങൾ ഒന്നിനും പര്യാപ്തമല്ല കർത്താവെ, അവിടുത്തെ കൃപയാണ് നിലനിർത്തുന്നത്. അവിടുന്ന് സംസാരിച്ചല്ലോ, ദൈവമേ വെളിച്ചം ഉണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ട് പ്രകൃതി പ്രകമ്പനം കൊണ്ടെങ്കിൽ ആ ശബ്ദം കൊണ്ട് കർത്താവെ അനവധി കാര്യങ്ങൾ സംഭവിച്ചു ഗുണമായി വന്നിട്ടുണ്ടെങ്കിൽ ആ ശബ്ദത്തിന്റെ കർത്താവെ വെളിച്ചത്തിൽ അങ്ങ് വെളിച്ചമായോണ്ട് ഞങ്ങളിലേക്കും വന്ന വെളിച്ചത്തിന്റെ ശബ്ദത്തിന്റെ സ്വാധീനത കൊണ്ട് ഞങ്ങൾ ഇപ്പൊ പറയുന്നു. ഞങ്ങളുടെ പ്രത്യേക ഭാഷയുടെയോ ഞങ്ങളുടെ വാക്ചാതുര്യത്തിന്റെയോ ഭാഷയുടെ ഒന്നും കാര്യം കൊണ്ടല്ല, പറയുന്ന കാര്യങ്ങളുടെ സത്യസന്ധത മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഗ്രഹിച്ച് അവരത് സ്വാംശീകരിച്ച് അവര് ശക്തിയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ധൈര്യത്തിലും പ്രാർത്ഥനയിലും നിറഞ്ഞു വരുവാൻ യേശു എല്ലാവർക്കും കൃപ കൊടുക്കണമേ. ഇത് കേൾക്കുന്ന സമയത്ത് ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരെ പിടിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ഇങ്ങനെ നല്ല അവസരം ഒരുക്കിയ അരോമ ടിവിക്കും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർക്കും എല്ലാത്തിനും പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. പ്രവർത്തനങ്ങളെ പൂർവാധികം വർദ്ധിച്ചു വന്ന് അത് കർത്താവെ ക്രിസ്തുവിൽ അത് പ്രയോജനമായി തീരുവാൻ, ക്രിസ്തുവിൽ തന്റെ പ്രയത്നം വൃഥ അല്ലെന്ന് വന്ന് കർത്താവിന് വേണ്ടി ശക്തമായി വിനിയോഗിക്കപ്പെടുവാൻ യേശു കൃപ ചെയ്യണമേ. അവിടുന്ന് പ്രാർത്ഥന കേട്ട് പിടിപ്പിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ പുത്രന്റെ ഞങ്ങളുടെ രക്ഷിതാവായ യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൽ സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ ഇത്രത്തോളം സമയം രോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ച പ്രിയ കൃഷ്ണകുമാർ സാറിനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യാരോഗ്യം ദീർഘായുസ്സും കർത്താവ് തന്ന് സൂക്ഷിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന രോമ ടിവിയുടെ ഓരോ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനിടയായി തീരുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ, ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ
aroma matrimony 2020@gmail.com.